പ്രിയപ്പെട്ട സൗരങ്ങളെ, ക്രിസ്തുമസിന് ഒരുങ്ങുമ്പോൾ ഏതൊരു വർഷവും എല്ലാ ക്രിസ്തുമസിനും നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അച്ഛൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് ഈശോയുടെ ഒരു വരവിനെ കുറിച്ച് മാത്രമല്ല, ക്രിസ്തുമസിന് എങ്ങനെ ഒരുങ്ങണം എന്ന് മാത്രമല്ല, ഈശോയുടെ ഈ വരവിലൂടെ ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ ഈ വർഷത്തെ ക്രിസ്തുമസ് കാലത്ത് നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന വലിയൊരു അനുഗ്രഹം, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ കർത്താവ് തരാൻ പോകുന്ന ഒരു വലിയ വെളിച്ചത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാൻ പോകണം. നല്ല ശ്രദ്ധയോടുകൂടി വിശുദ്ധ ഗ്രന്ഥമൊക്കെ എടുത്ത് വെച്ച്, കഴിഞ്ഞ പ്രാവശ്യം വണ്ടേക്ക് ഞാൻ പറഞ്ഞായിരുന്നു നോട്ട് ബുക്കും കൂടെ കൊണ്ടുവരണമെന്ന്. നമുക്ക് ഇച്ചിരി പഠിക്കുകയും കൂടെ ചെയ്യാം അല്ലേ? പഠിക്കുകയും കൂടെ ചെയ്ത് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, പക്ഷെ ആരോടായി പ്രാർത്ഥിക്കുന്നത് നന്നായിട്ട് മനസ്സിലാവണമല്ലോ. എന്തിനാണ് ചില പ്രാർത്ഥനകൾ ചെല്ലുന്നതെന്നൊക്കെ മനസ്സിലാവണം. ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ആ ക്രിസ്തുമസ് ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈശോ ചെയ്ത വലിയൊരു കാര്യം, ഇന്നും 2024 എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചൊന്ന് പഠിക്കാൻ പോവാണ്. പരിശുദ്ധാത്മാവ് ഓടി ഇറങ്ങി നിങ്ങളെ പഠിപ്പിച്ചോളും, എനിക്ക് നല്ല ഉറപ്പാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഏതൊരു ക്രിസ്മസിലും നമ്മൾ കേൾക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, ചില വാക്കുകളുണ്ട്, ചില വ്യക്തികളുണ്ട്. നമ്മളൊരു സ്ഥലം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. ക്രിസ്തുമസ് എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലോട്ട് ഒരു സ്ഥലം ഓർമ്മ വരും. ഏത് സ്ഥലമാണ്? പുൽക്കൂടല്ല, ഏതൊരു സ്ഥലം? ബെത്ലഹേം, ഈശോ ജനിച്ച സ്ഥലം. പറഞ്ഞേ ഹല്ലേലൂയ. ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിലാണ് ഈശോ ജനിച്ചതെന്ന് ലൂക്കാസ് സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ബെത്ലഹേമിനെ കുറിച്ച് പഴയ നിയമത്തിൽ ഒരു പ്രവചനം നടക്കുന്നുണ്ട്. ആ ഒരു ഭാഗം ഒന്ന് എടുത്തുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. പഴയ നിയമത്തിൽ മിക്കാ പ്രവാചകന്റെ പുസ്തകം എടുക്കാമോ? മത്തായിയിൽ നിന്ന് പുറകോട്ട് മറിച്ചാൽ പെട്ടെന്ന് എളുപ്പത്തിലും കിട്ടും. മിക്കാ പ്രവാചകന്റെ പുസ്തകം, അതിൻ്റെ 5-ാമത്തെ അധ്യായം, വരാനിരിക്കുന്ന രാജാവിനെ കുറിച്ച്. നിങ്ങൾ നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതിയൊക്കെ വെക്കുക. വളരെ സുന്ദരമായ ഒരു കാര്യം പരിശുദ്ധാത്മാവ് നമുക്കിന്ന് പഠിപ്പിച്ചു തരും. ഒത്തിരി ബോധ്യങ്ങൾ കിട്ടും, നമുക്കത് പഠിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവുകളെ പഠിപ്പിച്ചു തരും. നല്ല ശ്രദ്ധയോടുകൂടി അതിരിക്കണം. 5-ാമത്തെ അധ്യായമാണ് മിക്കാ പ്രവാചകന്റെ പുസ്തകം. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, വരാനിരിക്കുന്ന രാജാവ്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്ന് വിശ്വാസ സമൂഹത്തിന് അറിയാം, ഈ രാജാവ് ആരാണ്? ഈ ഉത്തരം പറ, ഈ രാജാവ് ആരാണ്? ഈശോയാണ്. അപ്പൊ ഈശോ ജനിക്കുമ്പോൾ, മിശിഹ വരുമ്പോൾ എവിടെ ജനിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രവചനം ഇവിടെ കിടക്കുകയാണ്. 5-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. കിട്ടിയോ? മിക്കാ പ്രവാചന പുസ്തകം 5-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഒരുമിച്ച് വായിക്കാം. ബെത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും, അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് ഒരുക്കെ വായിച്ചേ. ബെത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും, അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. 2-ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവൻ പണ്ടേ ഉള്ളതാണ്, യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. ഇത് നമ്മൾ ഒരാളെ കുറിച്ച് പറയാറുള്ളൂ. ആരെക്കുറിച്ചാണ്? ഈശോയെക്കുറിച്ച്. ഏക സത്യദൈവമായ ഈശോയെക്കുറിച്ചാണ്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ആദിയും അന്തവുമാണ്, തുടക്കമില്ല അവസാനമില്ല, എന്നേക്കും നിലനിൽക്കുന്ന ദൈവം, ഇറ്റേണൽ ഗോഡ്, ദ സിംഗിൾ ഗോഡ്. എഫ്രാത്ത, ബെത്ലഹേം, ആ സ്ഥലത്തെക്കുറിച്ച് പറയാണ്, നീ യൂദാ ഭവനത്തിൽ തീരെ ചെറുതാണെങ്കിലും ഈ ജനത്തെ നയിക്കാനുള്ളവൻ എവിടെ നിന്ന് വരാൻ പോവാണ്? നിന്നിൽ നിന്ന്. നിന്നിൽ എന്ന് പറയുമ്പോൾ ഈ ബെത്ലഹേം, നിന്നെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കിട്ടേണ്ട ആദ്യത്തെ ബോധ്യം ഇതാണ്. ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായിട്ട് നമ്മൾ ഈശോയെ ഏറ്റു പറയാൻ വേണ്ടി തയ്യാറാകുമ്പോൾ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ, നമ്മൾ എത്ര ചെറുതാണ്, നമ്മൾ എത്ര വലുതാണ്, നമ്മൾ എത്ര നന്മകൾ ചെയ്തു കൂട്ടി, നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ കൊടും പാപിയാണോ, ഇതൊന്നും ഈശോയുടെ നോട്ടമല്ല. യൂദാ ഭവനത്തിലെ ഏറ്റവും ചെറുതാണ് നീ, പക്ഷേ നിന്നിൽ നിന്നാണ് ഈ രാജാവിനെ കൊണ്ടുവരാൻ സ്വർഗം തീരുമാനിച്ചിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം എല്ലാവർക്കും ഒന്നും വചനം വന്ന് കേട്ടിരിക്കാനൊന്നും ഇഷ്ടമുള്ള ഒരു കാലമല്ല, ആണോ? എന്തോരം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ദിവസം, ഈ കുറച്ച് മണിക്കൂറുകൾ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു മണിക്കൂർ വചന ശുശ്രൂഷ കേൾക്കുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങളെ ആനന്ദിപ്പിക്കുന്ന എന്തോരം കാര്യങ്ങളുണ്ട് അല്ലേ? ഒരു സിനിമയൊക്കെ കണ്ട എന്തോരം രസമായിരുന്നല്ലേ? പക്ഷേ നിങ്ങൾ ഈ വില കൊടുത്ത് ഇവിടെ വന്നിരിക്കുകയാണ്, ആണോ? വില കൊടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കി, ഞാൻ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും പാപിയായിരിക്കും, നിങ്ങളുടെ കുടുംബത്തിലെ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കിടയിൽ ഏറ്റവും ചെറുതായിരിക്കും, ഏറ്റവും ദരിദ്രം പിടിച്ചായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ സങ്കടങ്ങൾ വെച്ചാൽ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം നല്ല നിലയിലായി, ഞങ്ങൾ മാത്രം ഇങ്ങനെയായിപ്പോയി, ഞങ്ങളുടെ സഹോദരങ്ങൾ ആരും പള്ളി പോലും പോകുന്നില്ല, ഞങ്ങളുടെ കുടുംബമേ പള്ളി പോകുന്നുള്ളൂ, പക്ഷെ ഞങ്ങളുടെ വീടാണ് ഇങ്ങനെ അടിഞ്ഞ് താണ് കിടക്കുന്നത്. സങ്കടങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ കർത്താവ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നിങ്ങളുടെ കാറ്റഗറി, നിങ്ങളുടെ ക്വാളിറ്റീസ് നോക്കാനല്ല. ഹി ഹാസ് എ പ്ലാൻ. അവൻ്റെ പ്ലാൻ എന്താണ്? നിനക്ക് നല്ല വീട് തരിക, നിനക്ക് ആരോഗ്യം തരിക, നീ പ്രാർത്ഥിക്കുന്ന എല്ലാം സാധിച്ചു തരിക എന്നുള്ളതല്ല. കർത്താവിൻ്റെ പ്ലാൻ നിന്നിൽ ജനിക്കുക, നിന്നിൽ നിന്ന് ഒരു വലിയ പദ്ധതി തുടങ്ങുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ബെത്ലഹേം, നീ യൂദാ ഭവനത്തിൽ ഏറ്റവും ചെറുതാണെങ്കിലും
നിന്റെ കുടുംബത്തിൽ നീ ഏറ്റവും വിലകെട്ടതാണെങ്കിലും, നിന്റെ ബന്ധുജനങ്ങൾക്കിടയിൽ ഏറ്റവും ലോ ആയിട്ട് നീ നിൽക്കുകയാണെങ്കിലും, ദൈവം തെരഞ്ഞെടുത്തത് നിന്നെയാണ്. ഈ ദേശത്ത് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളുണ്ട്, ആയിരക്കണക്കിന്. ഇന്ന് ഈ ഒരു ദിവസം ചുമ്മാ ഇരിക്കുന്ന ഒത്തിരി ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ ആ ദൈവജനത്തിൻ്റെ ഇടയിൽ നിന്ന് കർത്താവിനെ കേൾക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കയറി വന്ന കുറച്ച് ബത്ലഹേം, കുറച്ച് എഫ്രാത്ത, നീ കർത്താവ് ജനിക്കാൻ വേണ്ടി നിന്റെ ഹൃദയം തുറന്നു കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഹൃദയം തുറന്നു കൊടുത്ത നിനക്ക് ബത്ലഹേമേ, നിനക്ക് ഈ ഏറ്റവും ചെറിയ ഈ പൈതലായ നിനക്ക്, ഈ ദാരിദ്ര്യം പിടിച്ച നിനക്ക്, ഈ പാപിയായ നിനക്ക് കർത്താവ് തരാൻ പോകുന്ന അനുഗ്രഹം മിക്ക പ്രവാചകനോട് പറയും. 4-ാമത്തെ വാക്യമാണ്, 5-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ഉറക്കെ ഒരുമിച്ച് വായിച്ചേ. കർത്താവിന്റെ ശക്തിയോടെ, തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. ആര് വന്നിട്ട് മേയ്ക്കും? കർത്താവ്, രാജാവ്. മേയ്ക്കണമെങ്കിൽ അയാൾ ആരും കൂടി ആയിരിക്കണം, ഇടയനും കൂടെ ആയിരിക്കണം. ഇതെല്ലാം ആരെക്കുറിച്ചായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈശോയെക്കുറിച്ച്. ഈശോയെ ജനിക്കാൻ, ഈശോയ്ക്ക് വളരാൻ, ഈശോയായിട്ട് ജീവിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം തുറന്നു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ അനുഗ്രഹം പ്രവാചകൻ പറയാണ്, ഇനി നിങ്ങളെ നയിക്കാൻ പോകുന്നത് ആരാണ്? ആ രാജാവാണ് നയിക്കുന്നത്. കിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു ആത്മീയ അഹങ്കാരമായിട്ട് തോന്നരുത്. നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ 4 സഹോദരങ്ങൾ, ദൈവത്തിൽ ആശ്രയിക്കാത്ത ആ 4 സഹോദരങ്ങളെക്കാൾ കൂടുതൽ ഈ ദാരിദ്ര്യം പിടിച്ച നിന്നെ നയിക്കുന്നത് കർത്താവാണ്. അവരെ നയിക്കുന്നത് ലോകം, നിന്നെ നയിക്കുന്നത് ആ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രാജാവ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് അതില്ല, എനിക്ക് അവരെ പോലെ ഇല്ല, എനിക്ക് അത്രയൊന്നും എത്തിയില്ല, എനിക്ക് അവരെ പോലെ ഒന്നും ആകാൻ പറ്റിയില്ല. ബത്ലഹേം, എഫ്രാത്ത, നീ ഈ കൂട്ടായ്മയിൽ ഏറ്റവും ചെറുതാണെങ്കിലും നിന്നെ നയിക്കാനിരിക്കുന്നവന് വഴിയൊരുക്കി കൊടുക്കുന്നത് നീയാണ്. നിന്നിലൂടെയാണ് കർത്താവ് ഈ കുടുംബത്തെയും ഈ നാടിനെയും ഈ ദേശത്തെയും മുഴുവൻ അനുഗ്രഹിക്കാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മളിങ്ങനെ വന്ന് നിൽക്കുന്നത് ചുമ്മാ ഒരു ദിവസം ഒരു വചനം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നതല്ല. വലിയ തെരഞ്ഞെടുപ്പ് കിട്ടിയവരാണ്. നമുക്കതെങ്ങനെ ഉള്ളിലോട്ട് നിറയുമെന്ന് അച്ഛൻ അറിഞ്ഞുകൂടാ. ബോധ്യത്തിൽ നിന്ന് ആഴത്തിൽ ഒരു 100%, 1% പോലും ബോധ്യക്കുറവില്ലാതെ, എനിക്ക് ഒരു സംശയമില്ലാതെ എനിക്കത് പറയാൻ പറ്റും. കർത്താവ് ഇവിടെ ആകർഷിച്ച് കൊണ്ടുവന്ന്, ചിലർക്ക് ചുമ്മാ ഇത് കേട്ടിരിക്കാനുള്ള ദൗത്യമല്ല, ഈ ദേശത്ത് കർത്താവിന് ചെയ്യാനുള്ള പ്രവൃത്തികൾക്ക് വേണ്ടി അവിടുത്തെ പിതാവ് ആകർഷിച്ച് കൊണ്ടുവന്നിരിക്കുന്നവരാണ്. ഉറപ്പാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ചിലപ്പോൾ നിങ്ങൾ വന്നാൽ, കർത്താവെ എൻ്റെ കുറച്ച് സങ്കടം മാറാൻ, എൻ്റെ കുറച്ച് രോഗം മാറാൻ, എൻ്റെ കുറച്ച് കടബാധ്യതകളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ധ്യാനം കൂടാൻ പ്രാർത്ഥിക്കാനൊക്കെ വരുന്നത്. ശരിയല്ലേ? അതുകൊണ്ടല്ലോ, അതുകൊണ്ട്. പക്ഷേ കർത്താവ് പറയുന്നൊരു കാര്യം, ഈ കുഞ്ഞു കാര്യത്തിന് വേണ്ടി അല്ല നിന്നെ വിളിച്ചേക്കുന്നത്. ഒരു രാജ്യമോ ഒരു സാമ്രാജ്യമോ നിന്റെ കയ്യിലോട്ട് തരാൻ വേണ്ടിയിട്ട് കർത്താവ് വിളിച്ചേക്കാണ്. നീ അപ്പോൾ ഈ 1.5 ഏക്കറിൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഈ ലോകത്തിൻ്റെ മേൽ മുഴുവൻ അധികാരമുള്ള കർത്താവ് നിന്നോട് പറയാണ്, നീ ഇങ്ങോട്ട് വാ, എനിക്ക് നിന്നിലൂടെ പ്രവർത്തിക്കണം, നിന്റെ കുടുംബത്തിലൂടെ പ്രവർത്തിക്കണം. അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം കർത്താവിനുള്ളത്. നീ ഇത് തുറന്നു കൊടുത്താൽ മാത്രം മതി. അങ്ങനെ തുറന്നു കൊടുത്താൽ രാജാവ് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം പിന്നെ കൊട്ടാരമാണ്. കിട്ടുന്നുണ്ടോ? ചിലപ്പോൾ അങ്ങനത്തെ ഒരു വീടിപ്പം നിങ്ങൾക്ക് കാണില്ലായിരിക്കും. എന്നാലും ഞാൻ പറയണം, എൻ്റെ ഏറ്റവും ഒരു ദാരിദ്ര്യാവസ്ഥയിലാണേലും, നിങ്ങളുടെ ആത്മീയസ്ഥിതി എത്രയും ദാരിദ്ര്യത്തിലാണേലും, നിങ്ങൾ ഈശോയ്ക്ക് വളരാൻ ഒരു അവസരം കൊടുക്ക്. ബത്ലഹേം, നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി നിന്റെ കുടുംബത്തെ നയിക്കാൻ പോകുന്നത് ആ ഇടയനാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. തൊട്ടടുത്ത വാക്യം കൂടെ വായിച്ചേ. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകിയാൽ അവർ സുരക്ഷിതരായി വസിക്കും. എന്ന് വെച്ചാൽ നീ എവിടെ ചെല്ലുന്നോ അവിടെ നിനക്ക് നിന്റെ പ്രിയപ്പെട്ടവർക്ക് സുരക്ഷിതത്വം ലഭിക്കും. കാരണം നിങ്ങൾ ആരുടെ കീഴിലാണ്? ആ രാജാവിൻ്റെ, ലോകത്തിൻ്റെ സമസ്തത്തിൻ്റെ മേലും അധികാരമുള്ള ഒരാളുടെ കൂടെ നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ എവിടെ ചെന്നാലും അവിടെ എല്ലാം നിങ്ങൾ സുരക്ഷിതരായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ദൂരദേശത്താണ്, വീട്ടിലില്ല, അവർ മറ്റ് രാജ്യങ്ങളിലായിരിക്കാം, ദൂരെ ആയിരിക്കാം, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവർ അത്ര സെക്യൂർഡ് ആണോ, എന്തെങ്കിലുമൊക്കെ പാപത്തിലേക്കൊക്കെ വീണു പോവോ, കർത്താവ് അവരെ നോക്കാൻ ഗൈഡ് ചെയ്യാൻ ആരാ ഉള്ളേ? ഭയപ്പെട്ട് നിൽക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുക. കിട്ടുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു മകനോ മകളോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ ദൂരെ ഏതെങ്കിലും ഒരു ദേശത്ത് ഈശോയെ അറിയാതെ, ഈശോയെ തള്ളിപ്പറഞ്ഞൊക്കെ ജീവിക്കുന്നുണ്ടാകും. അവർക്ക് അപകടങ്ങളിലേക്ക് അവർ പോകുന്നുണ്ടാകും. അവരുടെ ജീവിതം അത്ര സുരക്ഷിതമായിരിക്കില്ല. ചിലപ്പോൾ അവരവിടെ വലിയ പ്രതിസന്ധിയിലായിരിക്കും. നിങ്ങൾക്ക് അവിടെ ഓടിപ്പോയി ചെന്ന് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കണമെന്നുണ്ട്. പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നേ? ഇവിടെ മുട്ടുകുത്തുക. കാരണം ഇവിടെ ആരുണ്ട്? ഈശോയുണ്ട്. ഇവിടെ ഈശോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈശോ ഇവിടെ മാത്രമല്ല,
സമസ്തത്തിന്റെ മേലും അധികാരമുള്ള കർത്താവ് നിന്റെ മകൻ, നിന്റെ മകൾ, നിന്റെ ജീവിത പങ്കാളി എവിടെയാണോ അവിടെ ആ സ്ഥലത്തിന്റെ മേലും അധികാരമുള്ള കർത്താവാണ്. നീ ഇവിടെ മുട്ടുകുത്തിയാൽ, നീ ഇവിടെ രാജാവിന്റെ മുട്ടുകുത്തിയാൽ, ആ രാജാവിന്റെ ജൂറിസ്ഡിക്ഷന് കീഴിലുള്ള ഏത് സ്ഥലത്തും നിന്റെ പ്രിയപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അവർ സുരക്ഷിതരായി വസിക്കും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് ഇപ്പം തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാലോ? ചുമ്മാ കർത്താവ് ഒരു ബോധ്യം തരികയല്ലോ. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ആരെങ്കിലും, നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ദൂരെയാണ്, അവർ ചില പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകാൻ നിങ്ങൾക്ക് തോന്നുകയാണോ? നിങ്ങൾക്ക് അറിയില്ലല്ലോ, അവരിപ്പോൾ ഒന്നും പറഞ്ഞിട്ടും ഉണ്ടാവില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടി കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അത് ആത്മീയമാവട്ടെ ഭൗതികമാവട്ടെ, ഈശോയെ ഞങ്ങൾ ഇവിടെ കരങ്ങൾ ഉയർത്തുകയാണ്. ഈ കരങ്ങളങ്ങ് ഉയർത്തുമ്പോൾ അങ്ങ് സ്വർഗം തുറന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരെവിടെയാണോ അവിടെ ഈ സമയം അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിച്ച് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. നമ്മുടെ വലിയൊരു വിശ്വാസം, നമ്മുടെ വലിയൊരു ബോധ്യമാണ്. നമ്മൾ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നു, നമ്മൾ ആ രാജാവിനെ അംഗീകരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെവിടെയാണോ അവർ ഇപ്പോൾ സുരക്ഷിതരാണ്. പറഞ്ഞേ ആമേൻ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ സുരക്ഷിതരാണ്. ആരാണ് അവരെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാജാവ്. പറഞ്ഞേ ഹല്ലേലൂയ. തൊട്ടടുത്ത വാക്യം കൂടെ വായിച്ചേ. 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, അവൻ നമ്മുടെ സമാധാനമായിരിക്കും. സോ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി, ഈശോയെ രക്ഷകനായിട്ട് നീ ഏറ്റുപറയാൻ, നിന്റെ കുടുംബം ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ്. 1, അവൻ നിന്നെ ഒരിടയനെ പോലെ നയിക്കും. 2, നിന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ എല്ലാത്തിനെയും അവൻ നേരെ നോക്കിക്കോളും, സുരക്ഷിതരായി അവർ വസിക്കും. 3, അവൻ നിങ്ങൾക്ക് സമാധാനമായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ? സമാധാനം. ശരിയാണോ? നിങ്ങളൊരു നല്ല വീട് പണിയുന്നത് അതിൻ്റെ അങ്ങേയറ്റത്തെ ഉദ്ദേശം എന്താണ്? കടന്നുറങ്ങാൻ ആണോ? കടന്നുറങ്ങണം. കടന്നുറങ്ങുമ്പോൾ ഉറങ്ങണമെങ്കിൽ എന്ത് വേണം? സമാധാനം വേണം. നിങ്ങൾ അധ്വാനിക്കുന്നത് എന്തിനാണ്? നാളെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്, പൈസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്താണ് ലക്ഷ്യം? പ്രധാനപ്പെട്ടത് സമാധാനമാണ്. നമ്മൾ വയറ് നിറച്ച് ഫുഡ് കഴിക്കുന്നത് എന്താണ്? വിശന്നിരുന്നാൽ സമാധാനം പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സമാധാനത്തിന് വേണ്ടിയൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ലക്ഷ്യം വെക്കുന്നതാണ് സമാധാനം. നമ്മളിപ്പോൾ ഈ വചനം കേൾക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സമാധാനം. ലോകം തരുന്ന സമാധാനം അല്ല, ഇടയൻ തരുന്ന, രാജാവ് തരുന്ന സമാധാനം. ഇത് കിട്ടും എപ്പോൾ? നിങ്ങളുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുക. മറ്റു പലതിനും വേണ്ടി തുറന്നു കൊടുത്ത് നമ്മുടെ അവസ്ഥ എന്തായി എന്ന് അറിയാമല്ലോ അല്ലേ? നമ്മൾ പലതിനും വേണ്ടി നമ്മുടെ ജീവിതം തുറന്നു കൊടുത്തു. തിന്മയ്ക്കാവാം, പിശാചിനാകാം, ചില വ്യക്തികൾക്കാകാം, ചില ഇഷ്ടങ്ങൾക്കാവാം, ചില പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ടാകാം. നമ്മൾ വിശ്വസിച്ച ചില തത്വചിന്തകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, തെറ്റായ ചില ബോധ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, നമ്മുടെ ചില സ്വാർത്ഥതയിൽ, നമ്മുടെ ഒരു സുഖത്തിന്, സൗകര്യത്തിന് വേണ്ടി നമ്മളൊന്ന് കൈ അയച്ച് ഒന്ന് തുറന്നു കൊടുത്തായിരിക്കാം. ഇപ്പം അതെല്ലാം നമ്മളെ എവിടെ കൊണ്ട് എത്തിച്ചു? സമാധാനക്കേട്, സന്തോഷമില്ല, ചിരിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. നമുക്ക് ആ വാതിലെല്ലാം കൊട്ടിയടച്ച്, വാതിൽ ഞാനാണ് എന്ന് പറഞ്ഞ ആ ഇടയൻ, ഞാനാണെന്ന് പറഞ്ഞ എന്നിലൂടെ പ്രവേശിക്കുന്നവന് ജീവനുണ്ടാകും, അത് നിത്യജീവനായിരിക്കും, അത് ഒരിക്കലും ആരും എന്നിൽ നിന്ന് എടുത്തു കളയില്ല, നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാൻ, സമൃദ്ധമായി ഉണ്ടാകാനെന്ന് പറഞ്ഞ ആ ഇടയൻ്റെ മുമ്പിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സൗരങ്ങളെ, ഇതാണ് നമുക്ക് ക്രിസ്തുമസിന് ഒരുങ്ങുമ്പോൾ കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം, ഏറ്റവും വലിയ ആവശ്യം നമ്മളോട് പറയുന്നതാണ്, തുറന്നു കൊടുക്കുക. പുൽക്കൂടിൻ്റെ വാതിലല്ല, പിന്നെയോ നമ്മുടെ കുടുംബത്തിൻ്റെ വാതിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വാതിൽ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കാവോ? ആ രാജാവ് വരുമ്പോൾ, ആ കുഞ്ഞ് പിറക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഏശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. 7-ാമത്തെ അധ്യായം നമ്മൾ ഒത്തിരിയൊക്കെ വായിച്ചിട്ടുള്ളതാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഒന്നുകൂടെ ഒന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു ധ്യാനം കൂടുന്നത്, വചനം കേൾക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു അടയാളം, അത്ഭുതമൊക്കെ സംഭവിക്കണം, ഈ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ മാറണം, നിങ്ങൾക്കൊരു ഉത്തരം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് കിട്ടണം, ഒരു അടയാളം സംഭവിക്കണം. അപ്പോൾ പ്രവാചകങ്ങളിലൂടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏശയ്യാ 7:11, നീ ഒരു അടയാളത്തിന് വേണ്ടി ചോദിക്കണം. ശ്രദ്ധിച്ച വചനമൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നീ ഒരു അടയാളത്തിന് വേണ്ടി ചോദിക്കണം. 7-ാമത്തെ അധ്യായം 11-ാം വാക്യം ഇങ്ങനെയാണ്, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. എന്താണ് അടയാളം? കർത്താവേ, ഞാൻ വിശ്വസിക്കാൻ വേണ്ടി എനിക്കൊരു അടയാളം കാണിച്ചു തരാമോ? എങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. കർത്താവേ, ഞാൻ വല്ലാത്ത പ്രശ്നത്തിലാണ്, എന്നെ ഒന്ന് സഹായിക്കണേ, എനിക്കിപ്പോൾ നേരെ കാണണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചുമ്മാ ആവശ്യമില്ലാത്ത വാശിയൊക്കെ ഈശോയോട് പിടിക്കാറുണ്ട്. കർത്താവേ, നീ ശരിക്കും അവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചാൽ. നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? കള്ളന്മാരെ, കള്ളികളെ പേടിക്കണ്ട, ഞാനും ഉണ്ട് ആ കള്ളംകൂട്ടത്തിൽ. നമ്മൾ ചോദിച്ചു, ചില വിഷമത്തിലൊക്കെ നമ്മൾ ചോദിച്ചു, കർത്താവ് എനിക്കൊരു അടയാളം കാണിച്ചാൽ. കർത്താവ് പറയാണ്, നീ ഒരു അടയാളത്തിന് വേണ്ടി ചോദിച്ചോ, കിട്ടുന്നുണ്ടോ? അടയാളത്തിന് വേണ്ടി ചോദിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് എന്തോ താഴേക്ക് ഒരു ആപ്പിൾ വന്ന് വീഴുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് രാവിലെ വീട്ടിലോട്ട് പത്രം വന്ന് വീണ ഒച്ചയാന്ന് വിചാരിച്ച് നിങ്ങൾ വാതിൽ തുറന്ന് നോക്കുമ്പോൾ വേണ്ട ഒരു തക്കാളി പെട്ടിക്കകത്ത് മുഴുവൻ കറൻസി നോട്ടുകൾ, പക്ഷേ നിരോധിച്ച നോട്ടായി പോയെന്നേ ഉള്ളൂ അല്ലേ?
അങ്ങനത്തെ ഭാഗ്യങ്ങളാണ് നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത്. പക്ഷെ അങ്ങനെ ഒരു അടയാളത്തിന് വേണ്ടി പെട്ടെന്ന് കർത്താവെ സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന് ടിം ടിം എന്നൊക്കെ പറഞ്ഞ് ഈ കടബാധ്യതയൊക്കെ മാറട്ടെ, ഈ രോഗമൊക്കെ മാറട്ടെ, ഈ ചെരിഞ്ഞിരിക്കുന്ന ഞാൻ നേരെ ഇരിക്കട്ടെ, ഈ അടയാളത്തിന് വേണ്ടി ചോദിക്കാനല്ല കർത്താവ് പറയുന്നത്. നീ ചോദിച്ചോ, ഒരു അടയാളത്തിന് വേണ്ടി നീ ചോദിക്കണം. ദൈവജനം, സഭാജനം, സഭാ കൂട്ടായ്മ, ഈശോയെ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും, നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ, നിങ്ങൾ ഏത് ഡിനോമിനേഷനിൽപ്പെട്ടവരാവട്ടെ, നിങ്ങൾ ഈശോയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടയാളം ചോദിക്കാം. കടം മാറുന്ന അടയാളമോ രോഗം മാറുന്ന അടയാളമോ അല്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ രാജാവിനോട് മഹത്തായ അടയാളം ചോദിക്കണം. നീ രാജാവാണെന്നും നീ രക്ഷകനാണെന്നും എനിക്ക് ബോധ്യം കിട്ടുന്ന മഹത്തായ അടയാളം. യെശയ്യാ 7:11 ഒരുമിച്ച് വായിക്കുക. നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. എങ്ങനെയുള്ള അടയാളം? അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. എന്ന് വെച്ചാൽ ബിഗ് ജൈജാന്റിക് അടയാളം. അടയാളത്തിൽ തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞ സൈൻ. വലിയൊരു അടയാളത്തിന് വേണ്ടി ചോദിക്കുക. ആ അടയാളം എന്താണ്? 7:14 അടയാളമുണ്ട്. 7:14 വായിച്ചേ. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. ചോദിക്കേണ്ടത് ഇത്ര വലുതായൊരു അടയാളത്തിന് വേണ്ടിയിട്ടാണ്. ചോദിച്ചാൽ കർത്താവ് തരുന്നത് അടയാളം ഇതാണ്. 7:14 യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും വലിയ അടയാളം എന്താണെന്ന് അറിയോ? ഈ 7:14 നമ്മൾ പിന്നീട് മത്തായി 1:21 കാണുന്നുണ്ട്. അവൻ യെശയ്യാ പ്രവാചകൻ വഴി അരുളിച്ചതുപോലെ ഒരു ശിശു ജനിക്കും, എങ്ങനെ വിളിക്കപ്പെടും? ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. മത്തായി സുവിശേഷത്തിൽ കൃത്യമായിട്ട് അതിന്റെ വ്യാഖ്യാനം കൂടെ പറയുന്നുണ്ട്, അതിന്റെ അർത്ഥം പറയുന്നുണ്ട്. എന്താണ് ഇമ്മാനുവൽ? ദൈവം നമ്മോട് കൂടെ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും വലിയ അടയാളം എന്താണ്? പറ. പരിശുദ്ധാത്മാവ് തന്ന ജ്ഞാനം കൊണ്ട് പറ. നിങ്ങൾക്ക് ഈ കടമുണ്ട്, ശരിയാണോ? ഈ രോഗമുണ്ട്, നിങ്ങൾ തോറ്റു നിൽക്കുകയാണ്, നിങ്ങൾ മുറിഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ചോദിക്കുന്ന അടയാളം എന്താണ്? ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ വേദനിച്ച് നിൽക്കുകയെന്ന് വിചാരിച്ചു, എനിക്കൊരു രോഗമുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഈശോയോട് വളരെ നിഷ്കളങ്കതയിൽ ചോദിക്കുന്ന അടയാളം എന്താണ്? കർത്താവെ, സകലരെയും തൊട്ട് സൗഖ്യപ്പെടുത്തി അങ്ങ് ഇപ്പോൾ കരം നീട്ടി എന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തി ഒരടയാളം കാണിക്കുക. അടയാളം കാണിച്ചാൽ ഞാനത് വിശ്വസിക്കുക മാത്രമല്ല, ഒരച്ഛനെന്ന നിലയിൽ, വചനപ്രഘോഷണ നിലയിൽ ഞാനത് വളരെയധികം ജനങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യും. ശരിയാണോ? പക്ഷെ ഇത് കുഞ്ഞടയാളമാണ്. ഞാൻ ചോദിക്കേണ്ട അടയാളം എന്താണ്? നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട അടയാളം എന്താണ്? സ്വർഗം തരുന്ന അടയാളം ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. അടയാളത്തിന്റെ അർത്ഥം പിടികിട്ടിയോ? എൻ്റെ ഈ രോഗത്തിൽ എനിക്ക് കിട്ടേണ്ട അടയാളം, ഈ രോഗത്തിലും ദൈവം എൻ്റെ കൂടെ. ഈ കടത്തിൽ, ഈ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഈ ജോലി സ്ഥലത്ത് ഞാൻ ചോദിക്കേണ്ട അടയാളം, കർത്താവെ എനിക്ക് ജോലി തന്ന എൻ്റെ ഈ സുപ്പീരിയർ തട്ടിപ്പോട്ടെ. അതാണോ അടയാളം? അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചാൽ ഈശോ കേൾക്കൊന്നുമില്ല കേട്ടോ. അടയാളം എന്താണ് ചോദിക്കേണ്ടത്? നിങ്ങളെ വിഷമിപ്പിച്ചവർ അവരെല്ലാം ഇപ്പൊ ഇടുത്തി വീഴട്ടെ, എത്ര പാണ്ടി ലോറികളിലേക്ക് ഓടുന്നു, അയ്യോ കർത്താവെ തേങ്ങ എത്ര എണ്ണം മണ്ടരി ഇല്ലാത്ത തേങ്ങ തന്നെ തലേ വീഴണേ. ഇങ്ങനെയൊന്നും അടയാളം ചോദിച്ചാൽ കർത്താവ് തരില്ല. കർത്താവ് തരുന്ന അടയാളം, നിന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി അവിടെ ഉണ്ടെങ്കിലും, നിനക്ക് ശ്വാസം മുട്ടുന്ന ഒരു സാഹചര്യം ആ വീട്ടിലുണ്ടെങ്കിലും, അവിടെ നിനക്ക് കർത്താവ് തരുന്ന അടയാളം, ഐ ആം സ്റ്റിൽ വിത്ത് യു. ഞാൻ നിന്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഇന്ന് പല ടോക്കുകൾ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റേറ്റ്മെന്റ്. ഇന്ന് ഈ രോഗം മാറി നാളെ വേറൊരു രോഗം വരാം. ഇന്ന് ഈ കടം മാറി നാളെ മറ്റൊരു കടം വരാം. അപ്പം നീ പിന്നെ അടയാളം ചോദിച്ചുകൊണ്ടിരിക്കും. ഈ അടയാളം സംഭവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഓടി 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 എല്ലും പല്ലും എല്ലാം തേയും. നമുക്ക് ചോദിക്കേണ്ട ഒരൊറ്റ അടയാളം മാത്രമേ ഉള്ളൂ. കർത്താവെ, രോഗം മാറിയാലും കടം മാറിയില്ലേലും വേദന മാറി അവസാന ശ്വാസം വരുന്നത് വരെ, അത് പോകുന്നത് വരെ, എൻ്റെ സഹനം അവസാനിച്ചില്ലേലും എനിക്ക് അവസാനം വരെ കിട്ടേണ്ട അടയാളം ഇതാണ്, യു ആർ സ്റ്റിൽ വിത്ത് മീ. അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. ആ ബോധ്യം നഷ്ടപ്പെട്ടു പോയാൽ ചിലപ്പോൾ നമ്മൾ ജീവിതത്തോടെ അവസാനിപ്പിക്കും. നമ്മൾ നിരാശപ്പെടും, പരാതിപ്പെടും, പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെടും. പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാൻ, പരാതികൾ അവസാനിക്കാൻ, എന്നും തലയുയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ഒരു നല്ല ദൈവവിശ്വാസിയായിട്ട് ജീവിക്കണമെങ്കിൽ ഒറ്റ ബോധ്യം, ഈ ദൈവം എൻ്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈ യൂഥിത്തിൻ്റെ പുസ്തകത്തിൽ എടുക്കണമെന്നില്ല, യൂഥിത്തിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഈ ഹോളോഫർണസിനെ വധിച്ചിട്ട് യൂഥിത്ത് ഇങ്ങനെ ഒരു വാളൊക്കെ പിടിച്ചിങ്ങനെ വരുന്ന സമയത്ത്, ഈ യൂഥിത്തിനെ കാണുന്ന സമയത്തും ആ ജനവും യൂഥിത്തും ഒക്കെ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 13-ാമത്തെ അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഈശോയുടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നല്ലൊരു ഉറച്ച ബോധ്യത്തെ ഞാൻ നിങ്ങളോട് പറയട്ടെ. എനിക്ക് നല്ല വിശ്വാസത്തോടെ ഞാൻ ഇത് പറയാം. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന എന്തവസ്ഥയിലും ഞാൻ ഈ പറയുന്ന വാക്ക്, ഈശോയുടെ വാക്ക്, യൂഥത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് കടം കൊണ്ട ഈ വചനം 100 പേര് ഫലം ചോട്ടെ എന്നിപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുകയാണ്. നിങ്ങളിപ്പോൾ പോകുന്ന അവസ്ഥയിൽ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ആ ഇരുട്ടിൽ ഞാൻ നിങ്ങൾക്കൊരു വാഗ്ദാനം തരുന്നു. ഈശോയുടെ നാമത്തിൽ, ദൈവം, നിന്റെ ദൈവം ഇപ്പോഴും നിന്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കയ്യിലൊന്ന് പിടിച്ചേ.
അടുത്താരിലോണ്ട് അവരുടെ കയ്യിലൊന്ന് പിടിച്ച് ആ കണ്ണിലോട്ട് മുഖത്തോട്ടൊന്ന് നോക്കിയിട്ട് ഒന്ന് വലിയൊരു ബോധ്യത്തോടെ അവരോടൊന്ന് പറഞ്ഞേ, ദൈവം, നിന്റെ ദൈവം ഇപ്പോഴും നിന്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് വേറെ എന്നാ പറഞ്ഞു കൊടുക്കണ്ടല്ലേ മനുഷ്യരോട്, അല്ലേ? വേറെ എന്നാ പറഞ്ഞു കൊടുക്കണ്ട? ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കർത്താവ് തന്നൊരു വാഗ്ദാനമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ കാണും, ഞാൻ നിങ്ങളുടെ കൂടെ വരും. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ഇന്നത്തെ ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വീട്ടിലോട്ട് വരാം. ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തേക്കാം, വീട്ടിൽ വരാം, പ്രാർത്ഥിക്കാം, ചോറൊക്കെ ഉണ്ണാം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാണ്. ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം തന്നു, ഞാൻ വന്നേക്കാം. അത് മതിയോ? കർത്താവ് അടയാളം കാണിച്ചു, ഞാൻ വരാം, ഞാൻ കൂടെ ഉണ്ട്, നീ പേടിക്കണ്ട. അത് ഫലം ചൂടണമെങ്കിൽ എന്നാ ചെയ്യണം? നമ്മുടെ രണ്ട് കാര്യങ്ങളാണ്, ഫെയ്ത്ത് ആൻഡ് റെസ്പോൺസ്. വിശ്വാസം എപ്പോഴും ഒരു റെസ്പോൺസാണ്. കർത്താവ് തന്നെ റിവീൽ ചെയ്യുന്നു, വെളിപ്പെടുത്തുന്നു. നമ്മൾ ആ കർത്താവിനോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്താലേ, പ്രതികരിച്ചാലേ അത് നമ്മുടെ വിശ്വാസമായിട്ട് മാറുന്നുള്ളൂ. കിട്ടുന്നുണ്ടോ? ഇപ്പം അച്ഛൻ നിങ്ങളോട് പറയാണ്, ഈ ടോക്ക് കഴിഞ്ഞ്, ഇന്നത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ കൂടെ വരാം, നിങ്ങളുടെ വീട്ടിലോട്ട് വരാം, ഇതെൻ്റെ വാഗ്ദാനമാണ്. ചുമ്മാ പറഞ്ഞാട്ടോ, മറിയാനല്ല, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതൊരു വാഗ്ദാനമാണ്. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ സ്വീകരിക്കണം. കിട്ടുന്നുണ്ടോ? ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാൻ റെഡിയാണ് വരാൻ. നിങ്ങൾ സമ്മതിക്കണം. അച്ഛാ ബാ. ഇത് നമ്മൾ ആ ഒരു ഡിവൈൻ കൺസെപ്റ്റ് ചിന്തിച്ചേ. കർത്താവ് തന്ന ഏറ്റവും വലിയ വാഗ്ദാനം, കർത്താവ് കാണിച്ച, സ്വർഗം കാണിച്ച ഏറ്റവും വലിയ അടയാളം, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ, എൻ്റെ ദൈവം എൻ്റെ കൂടെ, നിന്റെ ദൈവം നിന്റെ കൂടെ വരാമെന്ന് വാഗ്ദാനം ചെയ്തു. അത് സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനത് സമ്മതിക്കണം. കർത്താവേ, ഓക്കെ, എൻ്റെ കൂടെ വാ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥം വായിച്ചു നോക്കിയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നമ്മുടെ ഈശോ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് കുരിശേ കിടന്നായിരിക്കില്ല. നമ്മുടെ ഈശോ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് യൂദാസ് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തപ്പോഴായിരിക്കില്ല. നമ്മുടെ ഈശോ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ഈ ശിഷ്യന്മാർ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ ഓടി ഒളിച്ചപ്പോഴായിരിക്കില്ല. കാരണം അവിടെ എല്ലാം ഈശോയ്ക്ക് ഒരു ബോധ്യം ഈശോ പറയുന്നുണ്ട്. യോഹന്നാൻ 16:32, നിങ്ങളെല്ലാവരും എന്നെ ഇട്ടേച്ച് പോകുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു, എന്നാലും ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈശോയ്ക്ക് ഏറ്റവും വിഷമം തോന്നിയ സമയം അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വിഷമം തോന്നിക്കാണും, ഗെത്സമൻ തോട്ടത്തിൽ കടന്ന് ചങ്ക് പൊട്ടി കടന്നൊക്കെ കരയുന്നുണ്ട്. പക്ഷേ ഈശോയ്ക്ക് ഈ സ്വർഗം തുറന്ന് ഈ ഭൂമിയിലേക്ക് വന്ന സമയത്ത് ഏറ്റവും വിഷമം തോന്നിയൊരു സമയമുണ്ട്. എൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് ഞാൻ വന്നിട്ട് അവരെന്നെ സ്വീകരിച്ചില്ല. യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കും നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് വളരെ സങ്കടം പിടിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെയുണ്ട്. നിങ്ങളത് എടുത്ത് നോക്കാവോ? യോഹന്നാൻ 1:12 എടുത്തേ. ഈശോ, എനിക്ക് തോന്നുന്നത് ഈശോ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ആ ഒരു സമയത്തായിരിക്കും. നമ്മൾ വലുതായി കഴിയുമ്പോൾ നമ്മളെ ആരെങ്കിലും ഒക്കെ തള്ളി പറയുകയോ മാറ്റി നിർത്തുകയൊക്കെ ചെയ്താൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാം. പക്ഷെ നമ്മളൊരു കുഞ്ഞായിരുന്നപ്പോൾ ആദ്യമായിട്ട് ഈ വീട്ടിലോട്ട് വന്ന സമയത്ത് നമ്മളെ അവർ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു സങ്കടമായിരിക്കും. ഈശോയുടെ വലിയൊരു സങ്കടമാണ്. യോഹന്നാൻ 1:12 നമ്മളിങ്ങനെ വായിക്കും, 1:11 ഇങ്ങനെ വായിക്കും, അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. എന്തൊരു സങ്കടമായിരിക്കും അല്ലേ? ഇപ്പോൾ സ്വർഗം, ഈശോ നമ്മളെ നോക്കി അങ്ങനെ സങ്കടപ്പെടുന്നുണ്ടോ എന്ന് ഒരു ജൂബിലി വർഷത്തിലേക്ക് നമ്മൾ ഉടനെ കടക്കാണ്. 2025 ജൂബിലി വർഷം. ഈ 12,000 വർഷത്തിലധികം മുമ്പ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അന്ന് ഈശോയുടെ ഏറ്റവും വലിയ സങ്കടം, ഞാൻ എൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു. ആ ഒരു പർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ സിറ്റുവേഷൻ നോക്കിയാൽ യഹൂദ ജനത്തിൻ്റെ അടുത്തേക്ക്, ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ആ ജനത്തിൻ്റെ അടുത്തേക്ക് ഈ മിശിഹ വന്നു, അവർ അവനെ സ്വീകരിച്ചില്ല. യഹൂദന്മാരെ, കള്ളന്മാരെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് മോശമായി പോയി എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കും. നമ്മൾ എന്നാ ചെയ്യുന്നതെന്നൊന്ന് ചിന്തിക്കണം. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലോ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലോ ഒക്കെ, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ കീറി നിൽക്കുന്ന സമയത്ത് ഈശോ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്, വചനം പറയുന്നുണ്ട്, നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവൻ തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ഇന്ന് ബൈബിൾ എഴുതുവാണെങ്കിൽ, ഇന്നാണ് യോഹന്നാൻ ശ്ലീഹ ബൈബിൾ എഴുതുവാണെങ്കിൽ ആരെക്കുറിച്ചും കൂടെ അത് പറയും ഉണ്ടോ? നമ്മളെക്കുറിച്ചും കൂടെ. ഈശോയുടെ ഏറ്റവും വലിയ സങ്കടമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് കുരിശിൽ കടന്ന് വിഷമിച്ചു, ഗെത്സമൻ തോട്ടത്തിൽ കടന്ന് സങ്കടപ്പെട്ടു. ഒത്തിരി തവണ ഈശോ വ്യസനിച്ചതായിട്ട്, സങ്കടപ്പെട്ടതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈശോ ഇന്ന് അങ്ങനെ സങ്കടപ്പെടാതിരിക്കട്ടെ. കാരണം ഈ ഒരു ക്രിസ്തുമസ് കാലത്തെങ്കിലും ഈശോ നമ്മുടെ അടുത്തേക്ക് വരാനൊരു ബോധ്യം, ആ ഓർമ്മപ്പെടുത്തലിൻ്റെ ആഘോഷം നടക്കുന്ന സമയത്ത് നമ്മളിപ്പോഴും ഈശോയ്ക്കുള്ള വാതിൽ കൊട്ടിയടച്ച് ബാക്കി എല്ലാ വാതിലും ജനലും ഒക്കെ തുറന്നിട്ടേക്കുന്ന അങ്ങനെ ഒരു സങ്കടം ഈശോയ്ക്ക് ഉണ്ടാവാതിരിക്കട്ടെ. എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ. പലതോർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ കുടുംബമൊക്കെ ഈ ഒരു വർഷത്തെ ക്രിസ്തുമസ്
അടുത്ത വർഷത്തേക്കൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഈ വർഷത്തെ ക്രിസ്മസിന് നമ്മുടെ കുടുംബത്തിൽ ഈശോ തെളിഞ്ഞു നിൽക്കട്ടെ. സകലരെയും പ്രകാശിപ്പിക്കുന്ന ആ പ്രകാശം വന്നു. ആ പ്രകാശത്തെ മാറ്റാൻ അന്ധകാരത്തിന് പറ്റിയില്ല. ആ അന്ധകാരം നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. ആ അന്ധകാരത്തിലേക്കാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധകാരത്തിലേക്ക്, ഇരുട്ടിലേക്കാണ് ഈശോ വരുന്നത്. അവനെ നമ്മൾ റിജക്റ്റ് ചെയ്യരുത്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ സ്വീകരിച്ചാൽ എന്നാ അനുഗ്രഹം എന്നറിയോ? 12-ാമത്തെ വാക്യത്തിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ചുണ്ട്. 1:12 വായിച്ചേ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെയാണ് കാണുന്നത്, പവർ, കഴിവ് എന്നുള്ളതിന് കൊടുത്തേക്കുന്നത് പവർ, അതായത് മക്കളാവാനുള്ള ഒരു പവർ. ഈ മക്കൾ എന്ന സ്ഥാനം കിട്ടുന്നതിന് കൂടെ ഒന്നും കൂടെ കിട്ടുകയാണ്. എന്തും കൂടെ കിട്ടുകയാണ്? പവർ. മറ്റൊരു ട്രാൻസ്ലേഷൻ ശക്തി, അധികാരവും കൂടെ കിട്ടുകയാണ്. ആർക്കാ ഇതെല്ലാം കിട്ടുന്നത്? വന്നപ്പോൾ കുറെ പേര് സ്വീകരിച്ചില്ല, പക്ഷേ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം അവനൊരു ശക്തി, ഒരു പവർ കൊടുത്തു. എന്ത് പവർ? ദൈവ മക്കളാവാനുള്ള പവർ കൊടുത്തു. ദൈവ മക്കളാവാനുള്ള പവർ എന്ന് വെച്ചാൽ സ്വർഗം മുഴുവൻ്റെയും മേൽ, ലോകം മുഴുവൻ്റെയും മേൽ അധികാരവും പവറുമുള്ള ഒരാളുടെ മകൻ, ഒരാളുടെ മകളാണ് നീയെങ്കിൽ നിന്റെ മേൽ, നിന്നെ വിഷമിപ്പിക്കുന്ന ആ സാഹചര്യങ്ങളുടെ മേൽ, ആ വ്യക്തികളുടെ മേൽ, ആ പിശാചിന്റെ മേൽ, ആ ലോകത്തിന്റെ മേലുള്ള പവർ, അധികാരവും കൂടെ കർത്താവ്, നീ കർത്താവിനെ സ്വീകരിക്കുന്നതിലൂടെ നിനക്ക് തരികയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റൊന്നിൻ്റെ മേൽ, പിശാചിൻ്റെ മേൽ ആധിപത്യം, ലോകത്തിൻ്റെ മേൽ ആധിപത്യം, എന്നെ വിഷമിപ്പിക്കുന്നവരുടെ അധികാരം, ഇതിനൊക്കെ വേണ്ടി നിങ്ങളിങ്ങനെ ചുഞ്ഞു അടയാളങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കല്. നിങ്ങൾ ചോദിക്കേണ്ട ഒറ്റ അടയാളം, കർത്താവേ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന തിന്മ അവിടെയുണ്ട്, എന്നെ ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, എൻ്റെ തന്നെ കുറവുകളൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ എനിക്ക് വേണ്ടത് ഒരടയാളമാണ്. ആ അടയാളം ഈശോയാണ്. ആ ഈശോ എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവമാണ്. അവനെ ഞാൻ സ്വീകരിക്കും. അവനെ സ്വീകരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് പവറാണ്. ദ പവർ ഓഫ് ബീങ് എ ചൈൽഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കുഞ്ഞ് എന്നുള്ള ശക്തിയാണ്. ദൈവത്തിൻ്റെ കുഞ്ഞെന്ന് വെച്ചാൽ ദൈവത്തിനുള്ള അധികാരം എനിക്കും ഷെയർ ചെയ്ത് തന്നിരിക്കുന്നുണ്ട്. പൗലോസ് റോമക്കാരോട് പറയും, നമ്മൾ മക്കളാണ്, മക്കളെങ്കിൽ അവകാശികളാണ്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. കിട്ടുന്നുണ്ടോ? നമ്മളെന്നാ സുമ്മാവാ അല്ലേ ഇങ്ങനെ ഞാൻ ഇത്തിരി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രേ ഉള്ളൂ എന്ന് എപ്പോഴാണ് പറയുന്നത്? നമ്മുടെ കൂടെ ഉള്ളവൻ്റെ ശക്തി അറിയാതെ പോകുമ്പോഴാണ് അയ്യോ എനിക്ക് ഇത്രയൊക്കെ ഉള്ളേ എന്ന് നമ്മൾ പറയണം. വലിയൊരു ബോധ്യത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സോ ദൈവ മക്കളാകുന്നു. ശ്രദ്ധിച്ചിരിക്കണം, ദൈവ മക്കളാകുന്നു. മക്കളായെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ എന്തിൻ്റെയും കൂടെ ഭാഗമായി. എന്തിൻ്റെ ഭാഗമായി? അവകാശമൊക്കെ ആയി. മക്കളായി, നിങ്ങൾക്ക് അവകാശമുണ്ട്. അങ്ങനെയെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി. ശരിയല്ലേ? ഇപ്പോൾ എൻ്റെ അപ്പൻ്റെയും എൻ്റെ അമ്മയുടെയും സ്വത്തിൻ്റെ മേൽ എനിക്ക് അവകാശം ഉണ്ടെങ്കിൽ, എനിക്കത് ചോദിക്കണമെങ്കിൽ ഞാൻ മിനിമം ആ കുടുംബത്തിൻ്റെ അംഗമായിരിക്കണം. പുറമേ ഉള്ളവന് വന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ മകനായിരിക്കണം എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും. ആ മകന് അടുത്ത ഷെയറിങ് കൊടുക്കും, നമ്മുടെ ഒരു ഒരു രീതിയൊക്കെ അനുസരിച്ച്. അപ്പം ഞാൻ മകനായിരിക്കണം, മകളായിരിക്കണം. ഓട്ടോമാറ്റിക്കലി മകനും മകളും ആണെങ്കിൽ ഞാൻ ആ കുടുംബത്തിൻ്റെ ഭാഗമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സോ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഞാൻ എൻ്റെ അൾട്ടിമേറ്റ്ലി എനിക്ക് കിട്ടുന്ന അനുഗ്രഹം, ഞാൻ ഈശോയുടെ, ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. ഈശോയ്ക്ക് അങ്ങനെ ഒരു കുടുംബം ഉണ്ടല്ലേ, തിരുക്കുടുംബം അല്ലേ? യോസേപ്പ് പിതാവ്, മാതാവ്, ഈശോ, തീർന്നു. ഇനി അതിനകത്തോട്ട് നമുക്ക് കയറാൻ പറ്റുമോ? അതിനകത്തോട്ട് കയറാൻ പറ്റുമോ? 3 പേരേ ഉള്ളല്ലോ, ഫോട്ടോയിലൊക്കെ അവർ 3 പേരേ ഉള്ളൂ. യോസേപ്പ് പിതാവും മാതാവും ഈശോയും മാത്രം. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ തിരുക്കുടുംബത്തെ അല്ല, ഒരു വലിയ ഫാമിലിയാണ്. ആ ഫാമിലിയുടെ ഭാഗമാകണമെങ്കിൽ ഇത്രയും ചെയ്യേണ്ടതായിട്ടുള്ളൂ. നിങ്ങൾ സ്വീകരിക്കണം, ആ നാമത്തിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പവർ, അധികാരം, നിങ്ങൾ മക്കളാകുന്നു, നിങ്ങളൊരു കുടുംബത്തിൻ്റെ ഭാഗമാകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ കുടുംബത്തിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ആ കുടുംബത്തെക്കുറിച്ച് നന്നായിട്ട് അറിയണം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ അറിയാം, നിങ്ങളുടെ കുടുംബ വൃക്ഷം അറിയാം. നിങ്ങളുടെ കുടുംബ വൃക്ഷം ഇങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛാ, ഇങ്ങനെ ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തിൽ, ഞങ്ങളുടെ പാരമ്പര്യത്തിൽ, തലമുറകളിലൊക്കെ ഇങ്ങനത്തെ ചില ശാപങ്ങൾ, കെട്ടുകളൊക്കെ വന്നിട്ടുണ്ട്, അത് എന്നാ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മളൊരു കുടുംബം, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നന്നായിട്ട് അറിയണം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അറിയണമെങ്കിൽ എവിടെ പോയി തപ്പും? എല്ലാം വിടിയുണ്ടോ? കുടുംബ രജിസ്റ്റർ പോരാ. കുടുംബ രജിസ്റ്റർ നിങ്ങളെ കള്ളന്മാരും കള്ളികൾ മാത്രമേ കാണൂ. മിക്ക വലിയ ഇച്ചിരി കുറച്ച് വർഷങ്ങളുടെയെങ്കിലും ഒക്കെ പാരമ്പര്യം, ഐ ഹേറ്റ് ദാറ്റ് വേർഡ്, കുറച്ച് വർഷങ്ങളുടെയൊക്കെ ഒരു ചരിത്രമുള്ള കുടുംബം ചിലപ്പോൾ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഇങ്ങനെ കുടുംബയോഗങ്ങളൊക്കെ കൂടുന്നു. അപ്പോൾ ചിലപ്പോൾ കുടുംബയോഗങ്ങളൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ 4 വർഷം കൂടുമ്പോഴോ 5 വർഷം കൂടുമ്പോഴോ 10 വർഷം കൂടുമ്പോഴൊക്കെ അവരൊരു വലിയ രജിസ്റ്റർ പോലെ വേറെ ഒന്ന് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അവരുടെ ബന്ധുക്കൾ, കുടുംബ വൃക്ഷത്തിലെ മറ്റ് തലമുറകൾ, അത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പുസ്തകം കിട്ടിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് ഇത്രയും ബന്ധുക്കളുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞു. അവർക്ക് പലർക്കും എന്നെ അറിയത്തുമില്ല.
കാരണം വീട്ടുപേരൊക്കെ മാറുമല്ലോ, വീട്ടുപേരൊക്കെ മാറും. അങ്ങനെ കുടുംബവൃക്ഷം. അപ്പം നമ്മൾ നമ്മുടെ ആ കുടുംബത്തെക്കുറിച്ച് അറിയാൻ നമ്മൾ ശ്രമിക്കും. ഇപ്പം നിങ്ങളൊരു കുടുംബയോഗമൊക്കെ കൂടുന്ന സമയത്ത് നിങ്ങൾ ബന്ധുക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ അറിയത്തില്ലാത്ത കുറേ ബന്ധുക്കളൊക്കെ ഉണ്ടാവും. ഓ അവിടുത്തെ ഇവിടുത്തെ അല്ലേ, അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ബന്ധു നമുക്ക് അവിടെ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ അറിയുന്നത്. പിന്നെ നമ്മൾ ഇത്രയും കാലം വഴക്കടിച്ചുകൊണ്ടിരുന്ന ആൾ നമ്മുടെ ബന്ധുവായിരുന്നു എന്ന് ഇപ്പോഴായിരിക്കും അറിയുന്നത്. ഒരു കല്യാണത്തിന് പോയി കൂടുമ്പോഴായിരിക്കും അറിയാവുന്നത് അവരും ഇവരും നമ്മളും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. സോ അതൊരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ഈശോയുടെ കുടുംബത്തിൻ്റെ ഭാഗം ആകുമ്പോൾ ആ കുടുംബത്തെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിയണം. കാരണം അവകാശം കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് അറിയണം. കിട്ടുന്നുണ്ടോ? ഇപ്പം ഇങ്ങനെ ഒരു സംഭവമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. വല്യപ്പച്ചൻ ഇങ്ങനെ എഴുതി വെച്ചു, 2ാം തലമുറയിലെ ഏറ്റവും ഇളയവന് വേണം ഏത് കൊടുക്കാൻ. നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ? വല്യപ്പച്ചനെ ശപിക്കാൻ. ഒരു എക്സാമ്പിൾ അച്ഛൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാണ്. വല്യപ്പച്ചൻ ഇങ്ങനെ എഴുതി വെക്കാണ്, 2ാം തലമുറയിലെ ഇളയ സന്തതിക്ക് വേണം ഈ സ്ഥലം കൊടുക്കാൻ. അപ്പം ഈ ഇളയ സന്തതിക്കാണ് ഇതിൻ്റെ അവകാശം കിട്ടണമെങ്കിൽ ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അവൻ ആ കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കണം, അവൻ ആ കുടുംബത്തിൽ നിൽക്കണം. കിട്ടുന്നുണ്ടോ? തലതെറിച്ച് നടന്നാൽ കിട്ടത്തൊന്നുമില്ല. അവനത് കിട്ടണമെങ്കിൽ അവൻ്റെ അപ്പച്ചനെ അറിയണം നന്നായിട്ട്, വല്യപ്പച്ചനെ നന്നായിട്ട് അറിയണം. എന്ന് വെച്ചാൽ അവൻ ആ കുടുംബവൃക്ഷത്തിൻ്റെ ഭാഗമാണെന്നുള്ളൊരു ബോധത്തിൽ വേണം അവൻ ജീവിക്കാൻ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങളും എത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കം വരുന്നുണ്ടോ? കണ്ണൊക്കെ തിരുമിക്ക്, നിവർന്നിരിക്കും. ഇവിടെ വന്ന് പഠിച്ചിട്ടേ പോളൂ. പഠിച്ച് നമ്മൾ ഈ ആരാധിക്കുന്ന ആളെ നമുക്ക് നന്നായിട്ടൊന്ന് മനസ്സിലാകണം അല്ലേ? ഞാനിപ്പോൾ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു 10 പ്രാവശ്യം കൊണ്ട് അനുഗ്രഹം എന്നുള്ളൊരു വാക്ക് കേട്ടു. ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാൻ. അനുഗ്രഹം. പക്ഷേ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആപ്പിൾ കൊണ്ടുവരുന്ന അനുഗ്രഹമൊന്നും അല്ല. നോ, നിങ്ങൾക്ക് ദർ ഈസ് ഓൺലി എ സിംഗിൾ ബ്ലെസ്സിങ്. ആ ബ്ലെസ്സിങ്ങിനൊരു പേരുണ്ട്. ആ ബ്ലെസ്സിങ്ങിൻ്റെ പേര് ഈശോ എന്നാണ്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഈശോയാണ്. ഈശോയെ കിട്ടിയ പിന്നെ എന്തെങ്കിലും വേണോ? മതി, പോരെ സാറേ? പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. സോ ഈശോയുടെ കുടുംബത്തെക്കുറിച്ച് നന്നായിട്ട് അറിയണം. അങ്ങനെ ഇപ്പം നമ്മളൊരു കുടുംബ രജിസ്റ്റർ തയ്യാറാക്കുന്ന പോലെ അങ്ങനെ ഈശോയുടെ കുടുംബ രജിസ്റ്ററുള്ള ഒരു പുസ്തകം ബൈബിളുണ്ട്. ഏതാണത്? ദൈവമേ, ബൈബിൾ വായിച്ചു തുടങ്ങിയിട്ട് അപ്പം തന്നെ മടക്കി വെച്ച ഒരു സ്ഥലമാണത്, വംശാവലി. മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലാണ്. നമ്മളിന്ന് കുറച്ച് സമയം എടുത്ത് ആ കുടുംബത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ആ കുടുംബത്തെക്കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ പേടിക്കണ്ട, ഞെട്ടണ്ട, ഇവിടെ വെച്ച് ക്ഷീണം വെച്ച് ഇവിടെ നിർത്തി പോകണ്ട. ആ വംശാവലിയിലുള്ള ആ ചേട്ടന്മാരുടെയോ ചേച്ചിമാരുടെയോ പേരുകളൊന്നും നമ്മൾ പറയാൻ പോകുന്നില്ല. നമുക്ക് പറയാനുള്ളത് ആരെക്കുറിച്ചാണ്? ഈശോയെക്കുറിച്ചാണ്. വളരെ കുഞ്ഞു കാര്യങ്ങൾ അതിനു മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ മാത്രം മനസ്സിലാക്കും. പക്ഷേ നിങ്ങൾ വംശാവലി ഇനി നന്നായിട്ട് വായിക്കാനും, ഇനി വായിച്ചില്ലേ തന്നെ ഈ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ തലയ്ക്കകത്ത് ഇങ്ങനെ വലിയൊരു ബോധ്യം പരിശുദ്ധാത്മാവ് എപ്പോഴും തന്നുകൊണ്ടിരിക്കും. നീ ഒറ്റയ്ക്കല്ല എന്നൊരു ബോധം തരും. നീ ഇവിടെ കൊണ്ടൊന്നും തീരുകയല്ലെന്നും നിന്നെ കർത്താവ് ഇവിടെ വെച്ച് തീർക്കാൻ പോവല്ലെന്നും നിന്നെക്കുറിച്ചൊരു മഹാപദ്ധതി നിനക്കും നിന്റെ കുടുംബത്തിന് വേണ്ടി ഉണ്ടെന്ന് ഈ വംശാവലിയിലെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുമ്പോഴത്തേനും പരിശുദ്ധാത്മാവ് ബോധ്യം തരും. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ രണ്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ പറഞ്ഞേ പരിശുദ്ധാത്മാവേ, ഈശോയെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് റെഡി ആയിട്ടൊന്ന് ഇരിക്കുക കേട്ടോ. പഠിത്തം എന്ന് പറഞ്ഞാൽ നമ്മളൊരു അക്കാഡമിക് ടൈപ്പിലൊന്നും അല്ല, സ്പിരിച്വൽ പഠിത്തമാണ്. നിങ്ങളിത് മനസ്സിലാക്കി എടുക്കണം നന്നായിട്ട്. നല്ലതല്ലേ? നല്ലതാണോ? മനസ്സിലാക്കരുത്. ഈ പുസ്തകം കയ്യിലിരുന്നിട്ട് ഇത് മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണല്ലോ. സോ ഗെറ്റ് റെഡി, നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. നമുക്ക് മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരാം. വംശാവലിയാണ്. നമ്മൾ ചിലപ്പോൾ പലതവണയും വായിച്ച് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ വേണ്ട എന്ന് വെച്ചിട്ട് പോയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ ഒരു ഭാഗമാണ് മത്തായി സുവിശേഷം. കൃത്യമായിട്ട് നമുക്കറിയാം. പണ്ട് നിങ്ങൾ ബയോയുടെ എപ്പിസോഡുകളൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഈശോയുടെ ഈ മനുഷ്യാവതാരത്തിൻ്റെ സമയത്ത് യഹൂദർ കാത്തിരുന്ന മെസ്സിഹായായിട്ടാണ് യഹൂദരോടാണ് ഫസ്റ്റ് ഹാൻഡായിട്ട് മത്തായി ശ്ലീഹ ഈ സുവിശേഷം എഴുതുക. അപ്പോൾ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട, അവരുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് മത്തായി ആരംഭിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. അപ്പം നമ്മൾ എഴുതുവാണെങ്കിൽ ഞങ്ങളുടെ കുടുംബ രജിസ്റ്റർ, ഓക്കെ, ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ മാനുവൽ, ഞങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാർ. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികളെ പറയുകയാണ്. ആരൊക്കെയാണത്? അബ്രഹാം, പൂർവ്വപിതാവായ അബ്രഹാമിനാണ് കർത്താവ് വാഗ്ദാനം ചെയ്ത്. 2 ദാവീദാണ്. ദാവീദ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട രാജാവാണ്. അപ്പോൾ ഈശോ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ തലമുറയിലുള്ള ഈ ഈശോ ഒരു വലിയ പാരമ്പര്യമുള്ള ആളാണ്. യഹൂദരുടെ പാരമ്പര്യം. ആര്? അബ്രഹാമിൻ്റെയും ദാവീദിൻ്റെയും ആ ഗണത്തിൽ, ആ തലമുറയിൽ, ആ കുടുംബ വൃക്ഷത്തിൽ പെട്ട ആളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്ന നിങ്ങളുടെ രക്ഷകനായ മിശിഹായായ ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ ആ കുടുംബത്തെക്കുറിച്ച് പറയാം. ശ്രദ്ധിച്ചിരിക്കണം. ഒരു തുടക്കമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരുടെ തുടക്കം? ഈശോയുടെ തുടക്കം. നിങ്ങൾ എൻ്റെ കൂടെ ശ്രദ്ധിച്ചിരിക്കുക.
ഈശോയുടെ തുടക്കത്തെക്കുറിച്ച് യോഹന്നാൻ സ്ലിഹായും പറയുന്നുണ്ട്. എങ്ങനെയാണ് യോഹന്നാൻ സ്ലിഹ പറയുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, അവനിലൂടെ എല്ലാം ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ആദിയിൽ വാക്കുണ്ടായിരുന്നു. ആരുടെ വാക്ക്? ദൈവത്തിൻ്റെ വാക്ക്. ആ വാക്ക് ആരായിരുന്നു? ദൈവം തന്നെയായിരുന്നു. അപ്പോൾ എല്ലാം സൃഷ്ടിച്ചത് ആ ദൈവമാണ്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ വാക്കാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ഈശോയാണ് എല്ലാം സൃഷ്ടിച്ചത്. കേട്ടുന്നുണ്ടോ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, എല്ലാം അവനിലൂടെ ഉണ്ടായെന്ന് വെച്ചാൽ വാക്കിലൂടെ ഉണ്ടായി. ആ വാക്കാരാണ്? ഈശോയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കൺഫ്യൂഷൻ ആവണ്ട, മൊത്തം കഴിയുമ്പോൾ തന്നെ ക്ലാരിറ്റി കിട്ടും. ഇനി ഈ എല്ലാത്തിനും തുടക്കം, ആദിയിൽ എല്ലാം ഉണ്ടായി, അതുണ്ടാക്കിയത്, അത് തുടങ്ങിയത് ഈ ദൈവമാണ്. ആ ദൈവം വെളിപ്പെട്ടു, ആ വെളിപ്പെട്ട ദൈവത്തിന് നമ്മളൊരു പേരിട്ട് വിളിച്ചു, സ്വർഗവും ഭൂമിയും, ഈശോ. ഇതേപോലെ തന്നെ ലോകത്തിന്റെ തുടക്കത്തെക്കുറിച്ച്, സർവ്വ സൃഷ്ടികളെയും തുടക്കത്തെക്കുറിച്ച് പറയുന്ന പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്, ആദിയിൽ. യോഹന്നാൻ പറയുന്നു ആദിയിൽ. ഓക്കെ, സെയിം തിങ് ജനസിസിൽ പറയുന്നു, ഉൽപ്പത്തി പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമുക്കത് മാറ്റി ഇങ്ങനെ വായിക്കാം, തെറ്റല്ല, വ്യാഖ്യാനത്തോടു കൂടി വായിക്കുക. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മറ്റൊരു എഴുത്ത് നമുക്കിങ്ങനെ വായിക്കാം, ആദിയിൽ ദൈവത്തിന്റെ വാക്ക് എല്ലാം സൃഷ്ടിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് പിന്നെ ഒരു രീതിയും കൂടെ വായിക്കാം, ആദിയിൽ ഈശോ എല്ലാം സൃഷ്ടിച്ചു. എന്താ അങ്ങനെ വായിച്ചേ? കാരണം ഈശോ ആരാണെന്നാണ് വിശുദ്ധ അവതരിപ്പിക്കുന്നത്? ദൈവമാണ്, ദൈവത്തിൻ്റെ വാക്കാണ്. ആ ദൈവത്തിൻ്റെ വാക്ക്, ആ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം, ആദിയിൽ ഈശോ എല്ലാം സൃഷ്ടിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ പിതാവായ ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് വെച്ചതാണോ? അല്ല, വൺ, ഒറ്റ ദൈവം, ഒറ്റ ദൈവം. ആ ദൈവത്തിനൊരു പേര് വെളിപ്പെടുത്തി തന്നു. എന്താണ് ആ പേര്? ഈശോ. ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? തലയാട്ട് ഇങ്ങനെയോ ഇങ്ങനെയോ എന്തെങ്കിലും തലയാട്ട്. രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഒന്ന് ശക്തിയോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സോ ഈശോയുടെ തുടക്കത്തെക്കുറിച്ച് പറയാണ്, ആദിയിൽ അവൻ എല്ലാം സൃഷ്ടിച്ചു. ഇനി ശ്രദ്ധിച്ച് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഇന്നാളൊരു വൺ ഡേക്ക് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾക്ക് അറിയാവുന്നതും കൂടെ അറിയാണ്. എത്ര ദിവസം കൊണ്ടാണ് സൃഷ്ടി പൂർത്തിയാക്കിയത്? 6 ദിവസം കൊണ്ടല്ല, നിങ്ങളെ ഞാൻ ഇടിക്കും. 6 ദിവസം കൊണ്ടല്ല സൃഷ്ടി പൂർത്തിയാക്കിയത്. ഓരോ സൃഷ്ടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അത് പൂർത്തിയായപ്പോൾ ദൈവം അതിനെ 1-ാം ദിവസം എന്ന് വിളിച്ചു. ഒരു ദിവസം കൊണ്ട് ഇത്രയും കാര്യം സൃഷ്ടിക്കല്ല, ഇത്രയും കാര്യങ്ങൾ സൃഷ്ടിച്ചു. അത് തീർന്നപ്പോൾ കർത്താവ് ആ ദിവസത്തെ ഒരു ദിവസം എന്നല്ല വിളിച്ചത്, 1-ാം ദിവസം. ഓക്കെ, 1-ാം ദിവസം. അങ്ങനെ മുമ്പോട്ട് പോയി കുറേ സൃഷ്ടി പൂർത്തിയാക്കി. ഇങ്ങനെ ഒരു ദിവസത്തെ വിളിച്ചു 6-ാം ദിവസം. ആ 6-ാം ദിവസം ദൈവം ആരെയും കൂടെ സൃഷ്ടിച്ചു? മനുഷ്യനെ സൃഷ്ടിച്ചു. എല്ലാ സൃഷ്ടിയുടെ അവസാനവും ഇങ്ങനെ പറയുന്നുണ്ട്. ആ പാരഗ്രാഫിന്റെ അവസാനം 1-ാം ദിനം, 2-ാം ദിവസം, 3-ാം ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ദിവസത്തെക്കുറിച്ച് മാത്രം അങ്ങനെ പറയുന്നില്ല. ഏത് ദിവസമാണത്? 7-ാം ദിവസത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല. ആകെ പറയുന്നതാണ് തൻ്റെ സൃഷ്ടിയിൽ നിന്ന് വിരമിച്ച് ദൈവം വിശ്രമിച്ച് അനുഗ്രഹിച്ച് വിശുദ്ധമാക്കിയ ആ ദിവസം. അതേതാ ദിവസമാണ്? 7-ാം ദിവസം. അത് അവസാനിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. കേട്ടുന്നുണ്ടോ? മീനിനെയും പശുവിനെയും മരത്തെയും ഒക്കെ സൃഷ്ടിച്ച ഓരോ ദിവസത്തിൻ്റെ എൻഡിൽ 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ 7-ാം ദിവസത്തെ അവസാനിക്കുന്നതായിട്ട് കാണുന്നില്ല. കിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ 7-ാം ദിവസത്തിലാണ് നമ്മൾ ഇപ്പോൾ. ഈശോയെ, ഇത് മനസ്സിലാവോ? ഒരു ദിവസം കൊണ്ട് ഇത്രയും, ഞാൻ ഒന്നുകൂടെ പറയാണ്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അബദ്ധ ചിന്തകളിലേക്കൊന്നും പോയേക്കരുത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചില ആളുകൾ വന്ന് നിങ്ങളോട് ഈ കൊസറാക്കോളി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വായിൽ പഴം വെച്ചുകൊണ്ടിരിക്കരുത്. ബൈബിൾ വിശ്വാസത്തിൻ്റെ പുസ്തകം, വിശ്വാസത്തിൻ്റെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പഠിക്കണം. അത് പഠിക്കാനും പഠിപ്പിക്കാനുള്ള അധികാരം സഭ ദൈവജനത്തിന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ ആരും പഠിപ്പിച്ചില്ലെങ്കിൽ മിയാ കുൾപ്പ, എൻ്റെ പിഴ, നിങ്ങളുടെ വലിയ പിഴ, നിങ്ങൾ പഠിക്കാതിരുന്നുകൊണ്ട്. ഇത് ചോദിക്കാതിരുന്നുണ്ട്, ഇത് ഒഴിച്ചാലേ പഠിപ്പിച്ചു തരുള്ളായിരുന്നു. അനുഗ്രഹത്തിന് വേണ്ടിയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് അനുഗ്രഹം തരുന്ന കർത്താവിൻ്റെ കാര്യങ്ങൾ അറിയാതെ പോയി നമുക്ക്. ഓരോ ദിവസവും ഇങ്ങനെ ഇത്ര കാര്യങ്ങൾ കഴിഞ്ഞു. 1-ാം ദിവസം, 2-ാം ദിവസം എന്ന് പറഞ്ഞു. 7-ാം ദിവസത്തെക്കുറിച്ച് 7th ഡേ, 7-ാം ദിവസം എന്ന് പറയുന്നില്ല. നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. ഉൽപ്പത്തി 2-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കം 1, 2, 3 വാക്യങ്ങൾ എടുത്ത് വായിച്ചാൽ തന്നെ ക്ലിയർ ആവും. ഓരോ ദിവസവും പൂർത്തിയായി. 7-ാം ദിവസം പൂർത്തിയായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇപ്പം നമ്മൾ ഏത് ദിവസത്തിലാണ്? ക്ലിയറായി? കിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഒന്ന് ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിപ്പോൾ 7-ാം ദിവസത്തിലാണ്. ഈ 7-ാം ദിവസത്തിൽ നമ്മുടെ കൂടെ ആരുണ്ട്? ആദ്യത്തെ മാതാപിതാക്കൾ 6-ാം ദിവസം ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചു.
അപ്പൊ 7-ാം ദിവസം ഈ ദൈവത്തിൻ്റെ കൂടെ 6 ദിവസം ദൈവത്തിൻ്റെ കൂടെ മനുഷ്യരില്ല, 6-ാം ദിവസം മനുഷ്യരുണ്ട്. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്നു. ആ വിശ്രമത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 7-ാം ദിവസം നമ്മൾ ആരുടെ കൂടെയാണ്? ദൈവത്തിൻ്റെ കൂടെയാണ്. ദൈവം നമ്മുടെയും കൂടെയാണ്. ഇമ്മാനുവൽ, ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് യൂദിത്ത് പറഞ്ഞ വചനത്തിന്റെ അർത്ഥം ഇപ്പൊ പിടികെട്ടിക്കോണം. ഈ ദിവസം ഇപ്പോൾ നമ്മൾ ഈ സങ്കടത്തിലായിരിക്കുമ്പോൾ, നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇന്ന് ദൈവത്തിൻ്റെ കൂടെയുള്ള ആ 7-ാം ദിവസത്തിലാണ് നമുക്ക് ഒന്നും പേടിക്കാനില്ല, നമ്മൾ സങ്കടപ്പെടാനില്ല, നമുക്ക് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, നമുക്ക് തോറ്റു പിന്മാറാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ആരുണ്ട്? ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ആ 7-ാമത്തെ ദിവസത്തിലാണ്. കിട്ടുന്നുണ്ടോ? ആ 7-ാം ദിവസത്തിൽ നമ്മൾ വിശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നെ സഹായിക്കാൻ ഒരു ദൈവം ഉണ്ടെന്നുള്ളതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് വിശ്രമിക്കാം, എനിക്ക് സമാധാനത്തിലായിരിക്കാം. കിട്ടുന്നുണ്ടോ? ആ ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് വിശ്രമമില്ല, സമാധാനമില്ല, ഉറക്കമില്ല. നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് ഭയപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി നടക്കും. വി ആർ ഇൻ ദ 7th day. 7-ാമത്തെ ദിവസത്തിലാണ് ദൈവത്തിൻ്റെ കൂടെ. വലുതേരോർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ പ്രിയപ്പെട്ടവർ? സംഭവം പിടികിട്ടിയോ? ഇതെന്തിനാണ് ഇപ്പോൾ ഈ മത്തായി സുവിശേഷം എടുത്തിട്ട് പെട്ടെന്ന് ഈ ഉൽപ്പത്തിയിലോട്ട് പോയെന്ന് വെച്ചാൽ, മത്തായി സുവിശേഷത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരു ഗുട്ടൻസ് പരിശുദ്ധാത്മാവ് അവിടെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് 1-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. വംശാവലിയിലെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് പിന്നീട് സമയം കിട്ടുമ്പോൾ ഈ വർഷത്തെ ക്രിസ്മസിന് നിങ്ങൾ പോയി കുമ്പസാരിക്കുമ്പോൾ അച്ഛൻ നിങ്ങൾക്ക് എന്തെങ്കിലും പാപപരിഹാരം തരുമായിരിക്കും അല്ലേ? 3 നന്മ പറഞ്ഞറിയോ, എത്രയും തേള മാതാവൊക്കെ. പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പാപത്തിന് അതൊന്നും പോരാന്ന് അറിയാലോ. എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്, ഞാൻ പോയി കുമ്പസാരിച്ചിട്ട് ആ അച്ഛൻ ഒരു 3 നന്മ പറഞ്ഞറിയും ചെല്ലുന്നൊക്കെ പറയുമ്പോഴത്തേനും അത് മതി, നമുക്കുള്ള പാപപരിഹാരമായി. പക്ഷെ ഞാൻ തോന്നുന്നു, കർത്താവേ ഞാൻ ഇത്രയും പാപം പറഞ്ഞിട്ട് 3 നന്മ പറഞ്ഞറിയുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പാവം ഞാൻ വിചാരിക്കണ്ട, മിനിമം ഒരു കുരിശൻ്റെ വഴിയെങ്കിലും തരാമായിരുന്നു എന്നൊക്കെ വിചാരിക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാപപരിഹാരമായിട്ട് ആ പേരുകളൊക്കെ ഒന്ന് കാണാപ്പാടം പഠിച്ചോട്ടോ. ചുമ്മാ സമയമൊന്നും ഇല്ലാത്ത സമയത്ത് പഠിച്ചു. നമ്മൾ 17-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. 1-ാം വാക്യം വായിച്ചു, ഇനി 17-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചേ ഉറക്കെ. ഇങ്ങനെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ് ഉള്ളത്. നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചതൊന്ന് മനസ്സിലാക്കുക. 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ അവിടെ പറയുന്നുണ്ട്. 1 അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, 2 ദാവീദിനെ കുറിച്ച് പറയുന്നു, 3 ബാബിലോൺ പ്രവാസത്തെക്കുറിച്ച് പറയുന്നു. 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, 3 പ്രധാനപ്പെട്ട ഒരു ടൈം പോയിന്റുകളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര തലമുറകളുണ്ട്? 14. ആകെ എത്രയായി? ഇതാ കടബാധ്യത വരുന്നത്. കണക്ക് കൂട്ടാൻ അറിയത്തില്ലാത്തതുകൊണ്ട് കടബാധ്യത വരുന്നത്. എത്രയായി? പെട്ടെന്ന് പറ. 42 തലമുറകൾ. ഈ 42 തലമുറ തീരുമ്പാണ് അടുത്ത വാക്യം ശ്രദ്ധിച്ചേക്കണം. 1:18 യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. മതി. അതായത് ഈ 42 തലമുറകളെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഇനി പറയുന്ന സംഭവം എന്താണ്? ആരുടെ ജനനമാണ്? ഈശോയുടെ ജനനത്തെ കുറിച്ച് പറയണം. ശ്രദ്ധിച്ചിരിക്കണം. 42 തലമുറകൾ പൂർത്തിയായി. ഈ 42 14 × 3. ഈ 14 എടുത്തിരിക്കുന്നത് ദാവീദിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു ഗ്രേറ്റ് തിയോളജിയാണ്. 1.5 മണിക്കൂർ ക്ലാസ് വേണ്ടി വരും. ഞാൻ അതിനകത്തോട്ട് പോകുന്നില്ല. ഈ 14 ഒന്ന് ഡിവൈഡ് ചെയ്യാവോ? രണ്ടായിട്ട് 7. അങ്ങനെയെങ്കിൽ ഈ 42 തലമുറകളിൽ ഡിവൈഡ് ചെയ്താൽ എത്ര തലമുറ ഉണ്ടാവും? 7 × 6. ശരിയാണോ? 14 × 3 ആണ് ബൈബിളിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കതൊരു മറ്റൊരു രീതിയിൽ വായിച്ചാൽ, അങ്ങനെ വായിക്കുന്നതിൽ തെറ്റില്ല. കാരണം 14 സൂചിപ്പിച്ചിരിക്കുന്നത് ദാവീദിനെ കോട്ട് ചെയ്തുകൊണ്ടാണ്. കാരണം ഇന്നത്തെ പ്രധാനപ്പെട്ട വ്യക്തി, ഈ ചരിത്രത്തിലെ രാജാവ് ദാവീദ് പ്രധാനപ്പെട്ടതായതുകൊണ്ട് ദാവീദിൻ്റെ പുത്രൻ ഈശോയെ എന്നാണ് പിന്നീട് വിളിക്കുന്നത്. സോ ഡേവിഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ദാവീദിൻ്റെ DVD, നമ്മുടെ മറ്റേ DVD അല്ല, ദാവീദിൻ്റെ പേര് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറിംഗ് ആണ് DVD. ഇത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഈ നമ്പർ സിസ്റ്റമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഹീബ്രു ലെറ്റേഴ്സ്, ഹീബ്രു അക്ഷരങ്ങൾക്ക് പകരമായിട്ട് അവർ നമ്പറുകൾ ഉപയോഗിച്ചിരുന്നു. 666 കേട്ടിട്ടുണ്ടല്ലോ. നീറോയ്ക്ക് പകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവമാണ്. നിങ്ങൾ ഈ കാര്യം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. 153 മീൻ കിട്ടുന്നില്ലേ? അതെന്താണ് കൃത്യം 153 മീൻ? ഈ 154 ആയിരുന്നെങ്കിൽ എന്നാണ് കുഴപ്പം? അത് ചുമ്മാ യോഹന്നാനാണ് പരിശുദ്ധാത്മാവ് ആർഭാടമായിട്ട് ഓടി നടക്കുന്ന സുവിശേഷകനാണ്. ചുമ്മാ 153 വെച്ചൊന്നല്ല. നിങ്ങൾക്ക് അറിയോ അതെന്താന്ന്? ഈ 153 ഇങ്ങനെ ഒരു നമ്പറിംഗ് സിസ്റ്റമാണ്. ഐ ആം ഗോഡ് എന്ന് ഹീബ്രുവിൽ എഴുതണമെങ്കിൽ 153 വരണം. അപ്പോൾ ഈശോ ഈ മീനെടുത്ത് പിടിച്ചിട്ട് മീൻ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ചുമ്മാ നിന്നെപ്പോലെ വിശന്ന് നിൽക്കുന്ന ഒരുത്തനല്ല, ഐ ആം ഗോഡ് എന്ന് തന്നെയാണ് പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ജസ്റ്റ് ഒന്ന് ഒരു GK അല്ല, ബൈബിൾ നോളജ് ആയിട്ടൊക്കെ അതങ്ങ് വെച്ചേ കേട്ടോ. 21-ാമത്തെ അധ്യായത്തിലാണ്. നമ്മുടെ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിലതിരിക്കട്ടെ.
യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലാണുള്ളത്. 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. അപ്പം അത് ഇംഗ്ലീഷ് നമ്മൾ അതിനെ എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഹീബ്രു ഇങ്ങനെയാണ്: അനി എലോഹിം, അനി എലോഹിം. ഏലൊന്നൊരു വാക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എലോഹിം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട്. അനി, ആയാം എലോഹിം. നിങ്ങൾ ദൈവമായി വിശ്വസിച്ച ആ ആൾ ആരാണ്? ഞാനാണ്. കാരണം ഉദ്ധാനം ചെയ്ത് നിൽക്കുന്ന ഈശോ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ഇത്രയും കാലം മീൻ പിടിച്ച് നടന്ന, ഇത്രയും കാലം സുവിശേഷം പ്രഘോഷിച്ച, ഇത്രയും കാലം അത്ഭുതം പ്രവർത്തിച്ച നിങ്ങളുടെ ആ കൊച്ചു കൂട്ടുകാരനല്ല ഞാൻ. ഐ ആം ഗോഡ്. കേട്ടുന്നുണ്ടോ? അനി എലോഹിം. അത് ഹീബ്രുവിൽ നമ്പറിംഗ് സിസ്റ്റത്തിൽ എഴുതുമ്പോൾ കൃത്യമായിട്ട് 153 നിങ്ങളുടെ അറിവിന് വേണ്ടി അത് വേണം എഴുതി വെച്ചു. ആരോടെങ്കിലും ഒക്കെ പോയി പറയാലോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ പോയി പറയേണ്ടത്. അതിനകത്ത് ഈ അനി എന്നുള്ള വാക്ക് ഇങ്ങനെയാണ് വരിക: 1 + 50 + 10, 1 50 10. ആ നി ഇ, ആ ന ഇ. ഹിബ്രു ഒക്കെ പഠിക്കട്ടോ, പാപപരിഹാരമാവട്ടെ. ആ ന ഇ, അത് ഇങ്ങനെയാണ് വരിക: ആ 1 ന 50 ഇ 10. ഏലോഹിം എന്നുള്ള വാക്കിൻ്റെ ആ 1 30 6 5 10 40. കിട്ടി? എഴുതിയോ? അനിയുടെ ഇങ്ങനെയാണ്: 1 50 10, ടോട്ടൽ 61 വരും. എലോഹിം എന്നുള്ളതിൻ്റെ 1 30 6 5 10 40, ടോട്ടൽ 92 വരും. ആ 1 ന് 50 ഇ 10. രണ്ടാമത്തെ വാക്ക് എലോഹിം: ആ 1 ല് 30 ഓ 6 ഹ 5 അല്ലെങ്കിൽ ഈ 10 40. 92, 61, 92, 153. നമുക്കൊരു അറിവിന് വേണ്ടി പറഞ്ഞാണ് ഈ നമ്പറിങ്. ബൈബിളിലെ നമ്പറിങ്, പ്രത്യേകിച്ച് നിങ്ങൾ വെളിപാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കുറേ നമ്പറുകൾ കാണും. ആ നമ്പറുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇനി ആ നമ്പറിലുള്ള ഫോൺ ഞാൻ എടുക്കുന്നില്ല, ഇതിൻ്റെ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അയ്യേ ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറയും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അനാവശ്യമായ വ്യാഖ്യാനങ്ങളിലേക്ക് പോകരുത്. ലാംഗ്വേജൊക്കെ അറിയത്തില്ലാത്തപ്പോൾ നമ്മൾ ചിലപ്പോൾ അബദ്ധ പ്രബോധനങ്ങളിലേക്കൊക്കെ വിട്ടുപോകും. കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേക്കുക. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നമ്പറിനെ കുറിച്ചാണ്. 42 തലമുറകൾ. ദാവീദിൻ്റെയാണ് 14. നമുക്ക് പ്രധാനം ദാവീദാണോ ഈശോയാണോ? ഈശോയാണ്. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ സൃഷ്ടികർമ്മമായിട്ട് കമ്പയർ ചെയ്ത് ഇതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 14 × 3 അതുപോലെ തന്നെയാണ് 7 × 6. കിട്ടുന്നുണ്ടോ? 14 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ 7 എത്ര തവണയുണ്ട്? 6 തവണയുണ്ട്. അച്ഛൻ പറയുന്നത് നല്ല ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കുക. അങ്ങനെയെങ്കിൽ അബ്രഹാം മുതൽ ദാവീദ് വരെയും, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെയും, ബാബിലോൺ പ്രവാസം മുതൽ ഈശോ വരെയും 42 തലമുറകളല്ല പൂർത്തിയാവുന്നത്, 7 × 6 തലമുറകൾ പൂർത്തിയാവുന്നു. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത വാക്ക് ഇങ്ങനെയാണ്: ഈശോ മിശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു. ഈശോയുടെ ജനനത്തോടെ 7ാമത്തെ തലമുറ ആരംഭിക്കുന്നു, 7ാമത്തെ ഗ്രൂപ്പ് ആരംഭിക്കുന്നു. കിട്ടുന്നുണ്ടോ? 6 ഗ്രൂപ്പുകൾ പൂർത്തിയായി. 7 × 6 ഗ്രൂപ്പുകൾ പൂർത്തിയായി. ഈശോയുടെ ജനനത്തോടെ 7ാമത്തെ ഗ്രൂപ്പ് തലമുറയുടെ ആരംഭം തുടങ്ങി. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ക്ലിയർ ആണേ? ഇനി ഉൽപ്പത്തി പുസ്തകമായിട്ട് ചിന്തിക്കുക. 6 ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കി. 7ാം ദിവസം ദൈവത്തിൻ്റെ കൂടെ ആരുണ്ട്? മനുഷ്യരുണ്ട്. മനുഷ്യരുടെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. 6 തലമുറകൾ 7 പൂർത്തിയാക്കി. 7ാമത്തെ തലമുറ ഈശോയോടുകൂടി ആരംഭിക്കുന്നു. അത് ആരംഭിച്ചു എന്ന് അവസാനിക്കും. മത്തായി സുവിശേഷം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അവസാനത്തെ അധ്യായം, അവസാനത്തെ വാക്യം 28-20, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ, ഉൽപ്പത്തി പ്രകാരം ദൈവത്തിൻ്റെ കൂടെ 7ാം ദിവസത്തിലാണ് നമ്മളെങ്കിൽ, പുതിയ നിയമം ആരംഭിക്കുന്ന ഉൽപ്പത്തി, മത്തായി സുവിശേഷം, ഈശോയുടെ ഉൽപ്പത്തി ആരംഭം പറയുന്ന ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ താളുകളിൽ നമ്മളോട് പരിശുദ്ധാത്മാവ് രഹസ്യം പറയാണ്. അന്ന് 7ാം ദിവസം ദൈവത്തിൻ്റെ കൂടെ ആയതുപോലെ ഇന്ന് ആ ദൈവത്തിൻ്റെ കൂടെ 7ാം തലമുറയിൽപ്പെട്ടതാണ് നീ. ആ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗം കിട്ടുന്നുണ്ടോ? തന്നെ വിശ്വസിച്ചവർക്കെല്ലാം അവ കുടുംബത്തിൻ്റെ മക്കളാവാനുള്ള പവർ, അധികാരം അവൻ കൊടുത്തു. ഇപ്പോൾ നമ്മൾ എത്രാമത്തെ തലമുറയിലാണ്? 7ാം തലമുറയിൽ. എന്നിത് തീരും? കാരണം കർത്താവിൻ്റെ വാഗ്ദാനം ഏതാണ്? യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ എത്രാം ദിവസമാണിപ്പോൾ? 7ാം ദിവസം. നമ്മൾ ഏത് തലമുറയിലാണ്?
അപ്പം ആരുടെ തലമുറയിലാണ്? ആരുടെ കുടുംബത്തിലാണ്? ഈശോയുടെ കുടുംബത്തിലാണ്. ഈശോയുടെ കുടുംബത്തിലാണ്. തൊട്ടടുത്ത് നിൽക്കുന്നവർ ഏത് കുടുംബത്തിലുള്ളവരാണ്? അയ്യോ, ഞങ്ങളുടെ ബന്ധുക്കളൊന്നുമല്ല. ആണോ? ബന്ധുക്കളാണ്. പിടികിട്ടുന്നുണ്ടോ? ഏത് വകുപ്പിൽ? ദൈവത്തിൻ്റെ മക്കളെന്ന വകുപ്പിൽ നമ്മൾ ആ 7ാം തലമുറയിൽ, ആ കുടുംബത്തിലാണ്. ഇനി എങ്ങനെയായിരിക്കും അയൽപ്പക്കക്കാരോട് വഴക്കുണ്ടാക്കുന്നത്? കിട്ടുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ അവരോട് വഴക്കുണ്ടാക്കിയ നിങ്ങളുടെ കുടുംബക്കാരോട് തന്നെയാണ് വഴക്കുണ്ടാക്കുന്നത്. അത് നമുക്ക് പുത്തിരിയല്ല അല്ലേ? വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പാരമ്പര്യത്തെ തള്ളി പറയണം. ഏത് പാരമ്പര്യത്തെ? ഈശോയുടെ പാരമ്പര്യം. രക്തസാക്ഷികളെ ചുടുനണത്തിൽ പണിതുയർത്തപ്പെട്ട സഭയുടെ പാരമ്പര്യം. ആ രക്തം ആദ്യം ചിന്തിയ ഈശോയുടെ പാരമ്പര്യം, അവൻ തന്ന സ്നേഹത്തിന്റെ പാരമ്പര്യം. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ്. ഈശോയുടെ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യം നമ്മൾ പറഞ്ഞു, ആ ചരിത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 7ാം തലമുറയെക്കുറിച്ച് പറയുന്നു. 7ാമത്തെ ഗ്രൂപ്പിലാണ് നമ്മൾ, 7ാമത്തെ ദിവസത്തിലാണ് നമ്മൾ അങ്ങനെ ചുമ്മാ മനുഷ്യരല്ല. കിട്ടുന്നുണ്ടോ? ബത്ലഹേം എഫ്രാത്ത, നീ ഈ കുടുംബത്തിൽ വെച്ച് നോക്കിയാൽ ഏറ്റവും ചെറുതായിരിക്കും. പക്ഷേ നീ ആരുടെ തലമുറയിൽപ്പെട്ടതാണ്? ഈശോയുടെ ആ 7ാം തലമുറയിൽ, ഈശോയോട് കൂടെ ആ തലമുറയിലാണ്. ഈശോ ഏത് തലമുറയിലാണ്? ബൈബിൾ പ്രകാരം, മത്തായി സുവിശേഷം പ്രകാരം ഈശോ ഏത് തലമുറയിലാണ്? 43ാം തലമുറ, അല്ലെങ്കിൽ ഈ 7th ജനറേഷനിലാണ് ഈശോ വരുന്നത്. ആ ജനറേഷനിൽ ആരും ഉണ്ട്? ഞാനും ഉണ്ട്, നിങ്ങളും ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി 42 വന്ന് കൺഫ്യൂഷൻ ആണെങ്കിൽ വേണ്ട, 42 തന്നെ അവിടെ ഇരിക്കട്ടെ. എങ്ങനെയെങ്കിൽ ഈശോയോടുകൂടി ആരംഭിക്കുന്നത് 43ാമത്തെ തലമുറയാണ്. 4 3 7. ഇത് എൻ്റെ ഒരു ലൊടുക്ക് വ്യാഖ്യാനമാണ്, എന്നാലും ഇരിക്കട്ടെ, നിങ്ങൾക്കൊരു ആശ്വാസം. ബൈബിളിലെ വാക്കച്ചൻ തെറ്റിച്ചു എന്ന് പറയേണ്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പൊട്ടിച്ച് തരുമ്പോൾ അത് ഇതിൻ്റെ രീതിയിൽ മനസ്സിലാക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തലമുറയിലേക്ക് ഈശോ ജനിക്കുമ്പോൾ ദൂതൻ കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജ് ഉണ്ട്. നമുക്ക് കാണാപ്പാടറിയാം. മത്തായി 1:21, കന്യക ഗർഭം ധരിച്ചു പുത്രനെ പ്രസവിക്കും, നിങ്ങൾ അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. 1:21-23 ഒക്കെ ചേർത്ത് വായിക്കുക. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ ഈശോ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? വന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? മോചനം. ഇപ്പം ഇവരുടെ ഈ പാരമ്പര്യം മത്തായി പറയുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് പാരമ്പര്യത്തിൽ അഭിമാനിക്കാൻ വലിയൊരു അബ്രഹാമുണ്ട്, നിങ്ങൾക്ക് അഭിമാനിക്കാൻ വലിയൊരു രാജകുടുംബമുണ്ട്. പക്ഷെ മൂന്നാമതൊരു സംഭവം കൂടെ പറയുന്നുണ്ട്, ബാബിലോൺ പ്രവാസം. കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ഇത്ര വലിയ പാരമ്പര്യത്തിലുള്ള പിതാക്കന്മാരുണ്ടായിട്ട്, നിങ്ങൾക്ക് ഇത്ര വലിയ രാജാക്കന്മാരുണ്ടായിട്ട്, മക്കളെ നിങ്ങൾ അടിമത്തത്തിലോട്ടും കൂടെ പോയി, പ്രവാസത്തിലോട്ട് പോയി. നിങ്ങൾ വിചാരിച്ചു നിങ്ങൾക്കെല്ലാം തിരിച്ചു കിട്ടി, നിങ്ങൾ പ്രവാസം കഴിഞ്ഞ് തിരിച്ചു പോന്നു. പക്ഷേ നിങ്ങളുടെ രക്ഷ പൂർത്തിയായിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമായ ഏറ്റവും വലിയ രക്ഷ എന്താണ്? പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ. അത് അബ്രഹാമിന് പറ്റില്ല, മോശയ്ക്ക് പറ്റില്ല, ദാവീദിന് പറ്റില്ല, നിങ്ങളുടെ തലമുറയിലെ ഒരു പ്രവാചകനോ ഒരു പിതാവിനോ ഒരാൾക്കും പറ്റില്ല. അത് പറ്റണമെങ്കിൽ നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച, നിന്റെ ചരിത്രം എഴുതിയ, നിന്റെ കുടുംബത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന നിന്റെ രാജാവിന് മാത്രമേ പറ്റുള്ളൂ. ആ രാജാവ് ഇറങ്ങി വരുന്നതിനെ കുറിച്ചാണ് മത്തായി അവതരിപ്പിക്കുക. അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കും, ആ കുഞ്ഞ് ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടെ മാത്രമല്ല, അവൻ തൻ്റെ ജനത്തെ തൻ്റെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഈശോ, യാഷ്വ, ദൈവം രക്ഷിക്കുന്നു, ദൈവം രക്ഷിക്കൻ. യാഷ്വ, ദൈവം രക്ഷിക്കുന്നു, ദൈവം രക്ഷകൻ. പറഞ്ഞേ ഹല്ലേലൂയ. എന്തിൽ നിന്നുള്ള രക്ഷ? എൻ്റെ കടത്തിൽ നിന്നാണോ? രോഗത്തിൽ നിന്നാണോ? അല്ല. ഈശോ വന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എൻ്റെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാതെ അവൻ ചെയ്തത് സ്വന്തം ജീവൻ ബലി കൊടുത്തോണ്ടാണ്. നമുക്കിന്ന് അഭിമാനിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം ഇതാണ്. എനിക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ഏറ്റെടുത്ത ഒരാളുടെ രക്തത്തിൽ അഭിമാനിച്ച് ആ രക്തത്തിൻ്റെ സംരക്ഷണത്തിൽ നിൽക്കുകയാണ് ഞാൻ. എന്നെ തൊടാൻ പിശാചിന് പറ്റില്ല. കിട്ടുന്നുണ്ടോ? ആ കുടുംബത്തെ തൊടാൻ പിശാചിന് പറ്റില്ലെന്ന്. കുടുംബവൃക്ഷത്തിൽ ഒരുപാട് ശാപങ്ങൾ വന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ വല്യപ്പച്ചൻ, നിങ്ങളുടെ വല്യമ്മച്ചി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം, അറിവില്ലാതെ ദൈവത്തെ സംശയിച്ചിട്ടുണ്ടാകാം, തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകാം, ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം മറ്റൊരു ആചാരങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടാകാം. നിങ്ങളുടെ കുടുംബവൃക്ഷത്തിൽ മുഴുവൻ ശാപമായിരിക്കാം. ഏത് കുടുംബവൃക്ഷത്തിൽ? അത് നിങ്ങൾ എഴുതി ഉണ്ടാക്കിയ കുടുംബവൃക്ഷത്തിൽ, വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ കുടുംബവൃക്ഷത്തിന്റെ ഭാഗമല്ല. കിട്ടുന്നുണ്ടോ? എൻ്റെ അപ്പൻ്റെയോ എൻ്റെ വല്യപ്പൻ്റെയോ കുടുംബവൃക്ഷത്തിന്റെ ഭാഗമായി ഒതുങ്ങിക്കൂടുകയല്ല മാനെ. ഞാൻ ഉള്ള കുടുംബവൃക്ഷം എൻ്റെ ഈശോയുടെ കുടുംബവൃക്ഷത്തിലാണ്. 7ാം തലമുറ എൻ്റെ വല്യപ്പൻ്റെ 7ാം തലമുറയിലല്ല, എൻ്റെ അപ്പൻ്റെ തലമുറയിലാണ്. ഈശോ, പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ശാപവും എന്നെ തൊടാതെ നോക്കാൻ അവിടുത്തെ രക്തത്തിൽ നേടിയെടുത്ത ആ ശക്തിക്ക് പറ്റും. ഞാൻ പേടിച്ചത് എപ്പോഴാണ്? ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കിയപ്പോൾ പേടിച്ചു. കാരണം എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥനയില്ല, എൻ്റെ കുടുംബത്തിൽ അത്ര നന്മയില്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ വല്യപ്പച്ചൻ വല്യമ്മച്ചി അടുത്ത തലമുറ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പേ എൻ്റെ തലമുറയിൽ എൻ്റെ സകല പാപങ്ങൾക്കും എൻ്റെ വല്യപ്പൻ്റെ പാപത്തിനും പരിഹാരം ചെയ്തുകൊണ്ട് ഒരാൾ കുരിശെ നിവർന്ന് കിടക്കുകയാണ്. അത് മനസ്സിലാവാത്തവൻ പേടിക്കും, വിറയ്ക്കും, അവൻ ഇറങ്ങി ഓടും. നമുക്ക് ഇറങ്ങി ഓടാൻ പറ്റില്ല. കാരണം
ഈശോയുടെ തിരുരക്തം, അവിടുത്തെ കുരിശുമരണം, അവിടുത്തെ ഉദ്ധാനം തന്ന ആ വിശ്വാസത്തിന്റെ രക്ഷയുടെ ആ പ്രത്യാശയിലാണ് ഞാനും എൻ്റെ കുടുംബവും നിൽക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. മാനുഷികമായിട്ട് ഞാനും പേടിക്കും, നിങ്ങളുമൊക്കെ പേടിക്കും, ഉറപ്പാണ്. നമുക്ക് പേടി വരും. രോഗം വന്നാൽ, സങ്കടം വന്നാൽ, പിശാചിനെ കണ്ടാൽ എല്ലാം നമ്മൾ പേടിക്കും. പക്ഷെ പേടിക്കുന്നത് പണിക്കാരാണ്, മക്കളല്ല. പേടിക്കുന്നത് പണിക്കാരാണ്, മക്കളല്ല. നിങ്ങൾ ദാസന്മാരല്ല. ആരാണ്? മക്കളാണ്. മക്കളെങ്കിൽ അവകാശികളാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോചനം, പാപത്തിലുള്ള മോചനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വർഷത്തെ ക്രിസ്തുമസിന് നിങ്ങൾ എന്തായാലും കുമ്പസാരിക്കും. നിങ്ങളുടെ ഇടവക ദേവാലയത്തിലോ ഇല്ലെങ്കിൽ ഇവിടെയോ വന്ന് കുമ്പസാരിക്കുമ്പോൾ നമ്മൾ ഈ വർഷം ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ശരിക്കും ആഗ്രഹിക്കേണ്ടതാണ് അറ്റ്ലീസ്റ്റ് ഈ വർഷത്തെ ക്രിസ്മസ് വിശുദ്ധിയോടെ. എന്തായാലും ഈശോ വന്നത് പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനല്ലേ. പാപമില്ലാത്തൊരു ക്രിസ്തുമസിന് വേണ്ടി ഒന്ന് നോക്ക്. ഇല്ലെങ്കിൽ നമ്മൾ ഈ കേക്ക് മുറിക്കുന്ന വെറുതെ ആവില്ലേ? നമ്മൾ ഈ പുൽക്കൂട് മത്സരം നടത്തുന്നത്, കരോൾ ഗാന മത്സരം നടത്തുന്നത് വെറുതെ ആവില്ലേ? ഇതാണോ നമ്മുടെ ലക്ഷ്യം? സഭയുമായിട്ട് ഇടവക കൂട്ടായ്മയായിട്ട് ചേർന്ന് നിൽക്കുന്ന സകലരോടും ഒരു പുരോഹിതൻ്റെ ചോദ്യം ഇതാണ്. ഞാനൊരു ഇടവകകാരിയല്ല, പക്ഷേ ഞാൻ ചോദിക്കുകയാണ്. നല്ലതാണ് നിങ്ങൾ കരോൾ മത്സരം നടത്തുക, നിങ്ങളുടെ യൂത്ത് പള്ളി വരുന്നത് നന്നായിരിക്കും, വെരി ഗുഡ്. നിങ്ങൾ പുൽക്കൂട് മത്സരം നടത്തുക, നിങ്ങളുടെ യൂണിറ്റുകളിൽ നടത്തുക, നല്ലതാണ്. നിങ്ങൾക്കൊന്ന് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന സമയമുണ്ടല്ലോ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മറന്നിട്ട് നിങ്ങൾ എന്തിനാ ഈ കുഞ്ഞിൽ ഒതുങ്ങിയത്? ഇത് ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞേ. നിങ്ങൾ കരോൾ പാട്, അപ്പോഴല്ലേ നിങ്ങളുടെ പിള്ളേർക്ക് നല്ല പാട്ട് പാടാനുള്ള വാസന ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അല്ലേ? പക്ഷേ ആ കരോളിൻ്റെ അന്ന് മാത്രമേ അവർ പാടുകയുള്ളൂ ഈശോയുടെ പാട്ടും. അങ്ങനെയാണോ? എനിക്കറിയില്ല. നിങ്ങൾ പുൽക്കൂട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ അപ്പോഴാണ് തെളിയുന്നത്. മഞ്ഞ പച്ച ബൾബുകൾ എല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സമയം അതാണ്. കേക്ക് ഉണ്ടാക്കൽ മത്സരം, ഓരോ വർഷവും ക്രിസ്മസിന് ഓരോ വെറൈറ്റികൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. മറ്റേ ആളെ ഇങ്ങനെ കട്ട് ചെയ്ത് ഈശോയുടെ ആവശ്യമൊന്നുമില്ല, ബാക്കിയൊക്കെ. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കൽ മത്സരം എല്ലാം ചെയ്തു. ഐ എം നോട്ട് ക്രിട്ടിസൈസിങ്. എന്നെ തെറ്റിദ്ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലാക്കാനുള്ളത് മനസ്സിലാക്കുക. ഇതായിരുന്നോ സാറേ ലക്ഷ്യം? ഇന്ന് ഇത് പുറത്തുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടി ചീപ്പായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയല്ലോ. പുറത്തുള്ളവർ അറ്റ്ലീസ്റ്റ് ആ ദിവസം അവധിയെങ്കിലും എടുക്കുന്നുണ്ട്. ക്രിസ്മസിൻ്റെ പേരും പറഞ്ഞ് ഈശോയെ അറിയത്തില്ലാത്തവരോ അക്രൈസ്തവരായ മക്കളോ അറ്റ്ലീസ്റ്റ് അത്രയും ഒരു ആദരവ് ആ ദിവസത്തോട് കിട്ടുന്നുണ്ടോ? ജോലിക്ക് പോകാണ്ടിരിക്കുന്നുണ്ട്, അവർ അറ്റ്ലീസ്റ്റ് ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് ആഘോഷിക്കേണ്ടത് നന്ദിയോടെ ഓർക്കേണ്ട ഒരു വർഗ്ഗം ഇവിടെയുണ്ട്. ആ വർഗത്തെയാണ് കർത്താവ് തെരഞ്ഞെടുത്തിട്ട് ഇത് ലോകം മുഴുവനോടും പറയണമെന്ന് പറഞ്ഞേക്കുന്നത്. നമ്മൾ പക്ഷേ ഇത് പറയാണ്ട്, ഇത് ചെയ്യാണ്ട് ബാക്കി എല്ലാത്തിലേക്കും ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. എനിക്കറിയാം ഈ സംഭവം ഓൺലൈനിൽ കേൾക്കുമ്പോൾ ഇങ്ങനെ കാൽച്ചോട് മുതൽ ചിലതുങ്ങൾക്കൊക്കെ ചൊറിഞ്ഞു വരുമെന്ന് എനിക്കറിയാം. സെബോളിനോ ഇച്ച് ഗാഡോ എന്തെങ്കിലുമൊക്കെ മേടിക്ക്. പൈസ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഞാൻ തരില്ല, എൻ്റെ കയ്യിലില്ല. നിങ്ങൾ ചൊറിഞ്ഞോ കുറച്ച് കഴിയുമ്പോൾ മാന്തിക്കോ. പക്ഷെ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് പറഞ്ഞിട്ട് എന്നെ മാന്താൻ നിങ്ങൾ ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയണേ. വേണം. എന്നിട്ട് ഒരു ചടങ്ങ് പോലെ 21-ാം തീയതി 22-ാം തീയതി നിങ്ങൾക്ക് കുമ്പസാരം ഉണ്ടാവും. 10 അച്ഛന്മാരെ ഞങ്ങൾ വിളിക്കും. എനിക്ക് സങ്കടം വരും ചില സമയത്ത്, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് സങ്കടം വരും. എൻ്റെ അപേക്ഷയാണ്, നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും നിങ്ങളുടെ ഇടവകയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തവണത്തെ ക്രിസ്തുമസ് കുളമാക്കരുത്. കാരണം ഇത് വന്നത് നിനക്കൊരു ദിവസം അവധി കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈശോ വന്നത്, ആണോ? നിനക്കൊരു ദിവസം ബന്ധുക്കളെ കാണാൻ വേണ്ടിയിട്ടാണോ ഈശോ വന്നത്? അല്ല, നിന്നെ പാപത്തിൽ നിന്ന് മോചിക്കാനാണ് ഈശോ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ തിരുത്തി എഴുതുക. ഞാനീ പറയുന്നത് മോശമാണ്, ഞാനീ പറയുന്നത് അച്ഛാ ആവശ്യമില്ലാത്ത തീവ്രവാദം പറയരുത്. ഞാൻ തീവ്രവാദം അല്ല പറയുന്നത്, ബോധമാണ് പറയണത്. ബോധം വരണം എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ പറയണത്. ഇത്തവണത്തെ ക്രിസ്മസിനെങ്കിലും നമുക്ക് ബോധത്തോടെ നന്ദി പറഞ്ഞത് ആഘോഷിക്കണം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം വന്നത് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തിന്? നിന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ പാപം ചെയ്തു പോകുന്ന ഒരു മാസങ്ങളിൽ ഒന്നായിട്ട് ക്രിസ്മസ് അധപതിച്ചു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ക്രിസ്തുമസ് ആഘോഷം, ഇനി വരാനുണ്ട് ഈസ്റ്റർ ആഘോഷം. ഒരു ക്രിസ്ത്യാനി ഏറ്റവും കൂടുതൽ തൻ്റെ കുടുംബത്തിൽ പാപം ചെയ്യുന്ന ഒരു ദിവസങ്ങളൊന്നായിട്ട് ഇത് മാറിയിട്ടുണ്ടോ? എനിക്കറിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. നിങ്ങൾ പറ, നിങ്ങളുടെ വീട്ടിലെ കാര്യം. ഏറ്റവും കൂടുതൽ പാപം നടക്കുന്ന ഇടങ്ങളായി ദിവസങ്ങളായിട്ട് ക്രിസ്തുമസും ഈസ്റ്ററും മാറി. ഒരിടത്ത് അവൻ പാപം മോചിക്കാൻ വേണ്ടി വന്ന ദിവസം, 2 ആ പാപത്തിന് പരിഹാരമായിട്ട് അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ദിവസങ്ങൾ. നമ്മൾ എന്നെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആരോടെ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് അട്ടർ മാരക പാപത്തിൻ്റെ പിടി കിടക്കാണ് നമ്മൾ. എന്നിട്ട് അവൻ പിന്നെയും ശിക്ഷ തരാതെ ഇങ്ങനെ നിൽക്കുകയാണ്, പിന്നെയും കരുണ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയണമെന്ന് മനസ്സിലാവുന്നുണ്ടോ? പലതരം പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ വർഷം ശരിക്കും സകല പാപങ്ങളോടൊന്ന് നോ പറഞ്ഞിട്ട്, നമുക്കറിയാലോ ചെയ്ത പാപങ്ങളെല്ലാം ഓർത്ത് നോക്കിയേ.
എല്ലാ പാപങ്ങളും നമ്മളെ അൾട്ടിമേറ്റ്ലി ദുഃഖിപ്പിച്ചു അല്ലേ? ഇപ്പം നമ്മളെ ഏറ്റവും വലിയ ദുഃഖിപ്പിച്ചതും നമ്മൾ ചെയ്ത പാപങ്ങൾ തന്നെയാണ്. ഒരു കാലത്ത് ഒരു സൗഖ്യം തന്ന, ഒരു സുഖം തന്ന, ഒരു സന്തോഷം തന്ന എല്ലാ പാപങ്ങളും നമ്മളെ ദുഃഖത്തിലാണ് എത്തിച്ചത്. എല്ലാ പാപങ്ങളും നമ്മൾ ദുഃഖത്തിലെത്തിച്ചു. ആ ദുഃഖത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാനാണ് ഒരാൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈശോ ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ, വലതുവരത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. ഈ തലമുറയിൽ നമ്മളിപ്പോൾ പറഞ്ഞ വംശാവലിയിലെ 3 പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. 1 അബ്രഹാമിൻ്റെ വിളി, 2 ദാവീദിന് കിട്ടുന്ന ഒരു വാഗ്ദാനം, 3 ബാബിലോൺ പ്രവാസം. ഞാനിതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ചിരുന്നോളാമോ? ഇതൂടെ പറഞ്ഞ് നമുക്ക് ക്രിസ്തുമസിന് വേണ്ടി നന്നായിട്ടൊന്ന് ഒരുങ്ങാം. നമ്മളിപ്പോൾ വായിച്ച പുസ്തകത്തിലെ ആദ്യത്തെ വ്യക്തി അബ്രഹാമാണ്. ഈ അബ്രഹാമിനെ ദൈവം വിളിച്ചൊരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ. എടുക്കാമോ? പെട്ടെന്ന് നമുക്കത് പറഞ്ഞു പോകാം. ക്ലിയർ ആയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒരുമിച്ച് വായിക്കാം. നിങ്ങൾ ബൈബിള്, നിങ്ങളുടെ സ്വന്തം ബൈബിൾ ആണെങ്കിൽ ബൈബിളിൽ അടയാളപ്പെടുത്തുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ മാത്രം അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ കുറിച്ച് വെച്ചാലും മതി. ഉൽപ്പത്തി 17-7 ദൈവം അബ്രഹാമിന് ഉടമ്പടി എടുക്കുമ്പോൾ, അബ്രഹാമുമായി ഉടമ്പടി എടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. 17-7 രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും, ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും, ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. സോ അബ്രഹാമിന് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം കൊടുക്കുന്ന വാഗ്ദാനങ്ങളൊന്ന്, നിന്റെ തലമുറയിൽ ആരുണ്ടാവും? രാജാക്കന്മാരുണ്ടാവും. നിന്റെ തലമുറയിൽ നിന്ന് രാജാക്കന്മാരുണ്ടാവും. നിന്നോടും നിന്റെ സന്തതികളോടും ഞാൻ ചെയ്യുന്ന ഉടമ്പടി മാറില്ല. എന്താണ് ഉടമ്പടി? ഞാൻ നിങ്ങൾക്ക് ദൈവം, നിങ്ങൾ എനിക്ക് ജനമായിരിക്കും. മറ്റൊരു രീതിയിൽ ബൈബിളിൽ കാണുന്നുണ്ട്, ഞാൻ നിനക്ക് പിതാവും നീ എനിക്ക് മകനുമായിരിക്കും. മകൻ എന്ന് പറയുമ്പോൾ ബൈബിൾ എഴുതിയ ഒരു മെയിൽ പുരുഷ ആധിപത്യം നിറഞ്ഞു എന്നൊരു സാഹചര്യം കൃത്യമായിട്ട് ഓർക്കണം. സ്ത്രീകളെ ഒഴിവാക്കിയതല്ല. അവിടുത്തെ എഴുത്തിൻ്റെ രീതി, നീ എനിക്ക് മകനും ഞാൻ നിനക്ക് പിതാവുമായിരിക്കും, അത് എന്നേക്കും നിലനിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. സോ ഇപ്പോൾ കൊടുത്ത വാഗ്ദാനത്തിൽ 2 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, നിന്നിൽ നിന്ന് രാജാക്കന്മാരുണ്ടാകും, നിന്നോട് ചെയ്യുന്ന ഉടമ്പടി ബ്രേക്ക് ചെയ്യില്ല, അത് അവസാനം വരെ നിത്യമായിട്ട് അതുണ്ടായിരിക്കും. മറ്റൊരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട് 22-ാമത്തെ അധ്യായത്തിൽ. സ്വന്തം മകനെ ബലി കഴിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ തയ്യാറായ സമയത്ത്, അബ്രഹാം തയ്യാറായ സമയത്ത് ദൈവം ഇറങ്ങി വന്ന് അയാളോട് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ് 22:18. വായിക്കാമോ? നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ശ്രദ്ധിച്ചെന്നൂടെ കേട്ടെ. നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലുള്ള സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആദ്യം കൊടുത്ത വാഗ്ദാനം, നിന്റെ സന്തതികളിൽ നിന്ന് രാജാക്കന്മാരുണ്ടാവും, നിന്റെ സന്തതികളുമായി ഞാൻ ഉടമ്പടി ഉറപ്പിക്കും. പ്ലൂറലാണ്. ഇവിടെ പറയുന്നത് നിന്റെ സന്തതികളിലൂടെ ഞാൻ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്നല്ല, നിന്റെ സന്തതി സിംഗുലർ. ഓക്കെ, അബ്രഹാം നിന്റെ മകനിലൂടെ ലോകത്തെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചോ? ഇല്ല, യാക്കോബിനെ മാത്രമേ അനുഗ്രഹിച്ചുള്ളൂ. അങ്ങനെയെങ്കിൽ അത് അവിടെ നടന്നിട്ടില്ല. കൂടെ ഇരിക്കണം. നിന്റെ സന്തതിയിലൂടെ ലോകത്തെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി 2-ാമത്തെ ആളാണ്. ഇത് മൈൻഡിൽ വെച്ചേക്കുക. അബ്രഹാമായിട്ട് കൊടുത്ത ഉടമ്പടി, നിന്നിലൂടെ രാജാക്കന്മാരുണ്ടാകും, നിന്റെ മകനിലൂടെ നിന്റെ സന്തതിയിലൂടെ ലോകത്തെ മുഴുവൻ ഞാൻ ബ്ലസ് ചെയ്യും, അനുഗ്രഹിക്കും. ഇനി 2-ാമത്തെ ആൾ വംശാവലിയിൽ ആദ്യത്തെ വാക്കിൽ പറയുന്നതാണ് ദാവീദിന് കൊടുത്ത വാഗ്ദാനം. 2 സാമുവേൽ 7-ാമത്തെ അധ്യായം എടുക്കാവോ? പെട്ടെന്ന് മുമ്പോട്ട് മറിച്ച്. ജോഷുവ കഴിയുമ്പോൾ സാമുവേൽ അല്ലേ? സാമുവേലിൻ്റെ 2-ാമത്തെ പുസ്തകം അതിൻ്റെ 7-ാമത്തെ അധ്യായം എടുക്കാവോ? 2 സാമുവേൽ 7. നാഥാൻ പ്രവാചകനിലൂടെ ദൈവം ദാവീദിന് കൊടുക്കുന്ന വാഗ്ദാനം. 2 സാമുവേൽ 7-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ ബൈബിളിൽ നിങ്ങൾ വിരലോടിച്ച് ശ്രദ്ധിച്ച് ഇത് കേൾക്കണം. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അബ്രഹാമിന് കൊടുത്ത് ഓർക്കണം, നിന്നിൽ നിന്ന് രാജാക്കന്മാരുണ്ടാകും. ഇവിടെ പറയാണ്, ഓക്കെ, രാജാക്കന്മാരുണ്ടെങ്കിൽ എന്തുണ്ട്? രാജ്യമുണ്ട്. ആ രാജ്യം എന്തായിരിക്കും? സുസ്ഥിരമായിരിക്കും, ഫോർ എവർ. ആ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. തൊട്ടടുത്ത വാക്യം വെച്ചേ, അവൻ എനിക്ക് ആലയം പണിയും, അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. അവൻ്റെ സിംഹാസനം, അവൻ്റെ അധികാരം ആരും എടുക്കില്ല. 3-ാമത്തെ ഒരു വാക്യം 13. 14-ാമത്തെ വാക്യം, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. കേട്ടുന്നുണ്ടോ? ഇതാരാ ഈ വാഗ്ദാനം ചെയ്തേ? ദൈവം വാഗ്ദാനം ചെയ്യാണ്. ഈ രാജാവ്, ആ രാജാവിൻ്റെ അധികാരം എല്ലാ കാലത്തേക്കും നിൽക്കും. അധികാരം മാറില്ല. അധികാരം ആരും ഏറ്റെടുക്കില്ല, എടുത്തു മാറ്റില്ല. ആ രാജാവ്, ആ
ആ രാജാവ് എൻ്റെ മകനായിരിക്കും, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് മകനുമായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി 16-ാമത്തെ വാക്യം കൂടെ ശ്രദ്ധിക്കുക. നിന്റെ കുടുംബവും രാജത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. എന്ന് വെച്ചാൽ ദാവീദിന് കൊടുക്കുകയാണ് വാഗ്ദാനം, നിന്റെ ഈ രാജ്യം പോവില്ല. ഇനി ആ രാജാവിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. സങ്കീർത്തനം 2 ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ദാവീദിന് കൊടുക്കുന്ന ഒരു ബോധ്യമുണ്ട്. 2-ാമത്തെ സങ്കീർത്തനം ഒന്ന് എടുക്കാമോ? പെട്ടെന്ന് എടുത്തേ. 2-ാമത്തെ സങ്കീർത്തനം, അതിന്റെ ടൈറ്റിൽ വായിക്കേ. സങ്കീർത്തനം 2-ന്റെ ടൈറ്റിൽ വായിച്ചേ. കർത്താവിന്റെ അഭിഷിക്തൻ. അത് ഏത് പള്ളിയിലെ അച്ഛനാണ്? അതാരാണ് അത്? ആ അച്ഛൻ ഏതാണാവോ? കർത്താവിന്റെ അഭിഷിക്തൻ. പെൻഡിങ്ങിൽ വെക്കുക, ടൈറ്റിൽ ഓർത്തിരിക്കണം, ഒന്നും മിസ്സാക്കി കളയരുത്. കർത്താവിന്റെ അഭിഷിക്തൻ. അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കണം, ശ്രദ്ധിച്ച് കേൾക്കുക. സങ്കീർത്തനം 2:7-8. കർത്താവിന്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും, അവിടുന്ന്, അതായത് ദൈവം എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി, എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. എന്ന് വെച്ചാൽ ദാവീദ് പറയാണ്, എൻ്റെ ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ അധികാരിയായ രാജാവിന് അധികാരം ആ രാജ്യത്ത് മാത്രം ആയിരിക്കില്ല, പിന്നെ എവിടെ ഉണ്ടാവും? സാമ്രാജ്യങ്ങൾ മുഴുവൻ അവൻ്റെ കീഴിൽ ആയിരിക്കും. എല്ലായിടത്തും ഈ മകന്, ഈ രാജാവിന് അധികാരം ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. ആ രാജാവിനെ ചുമ്മാ രാജാവ് എന്നല്ല വിളിക്കുന്നത്, ടൈറ്റിൽ എന്താണ്? കർത്താവിൻ്റെ അഭിഷിക്തൻ. അതേത് അച്ഛനാന്ന് പറഞ്ഞേ? അതൊരച്ഛനല്ല, അതാരാണ്? ഈ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മകൻ ആ രാജാവാണ്. ആ രാജാവ് അഭിഷിക്തനാണ്. കിട്ടുന്നുണ്ടോ? ആ രാജാവ് ആരാണ്? അഭിഷിക്തനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി മറ്റൊരു വാഗ്ദാനം കൂടെ കൊടുക്കുന്നു. 110-ാം സങ്കീർത്തനത്തിലേക്ക് വന്നേ. കർത്താവ് ദാവീദിനോട് തൻ്റെ അടുത്തിരിക്കാനൊക്കെ പറയുന്ന ഒരു സമയമാണ്. ആ രാജാവ്, ആ അഭിഷിക്തന്റെ സ്ഥാനാരോഹണത്തെ കുറിച്ചാണ് അതിന്റെ ടൈറ്റിൽ. രാജാവാകുന്നു, രാജാവ് സ്ഥാനാരോഹണം നടത്തുന്നു. രാജാവ് അധികാരം ഏറ്റെടുക്കുമ്പോൾ മറ്റൊരു പ്രത്യേകതയും കൂടെ ആ രാജാവിനുണ്ട്. അത് 4-ാമത്തെ വാക്യത്തിലാണ്. 110-ാമത്തെ സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചോ. കർത്താവ് ശപഥം ചെയ്തു, മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു, അതിന് മാറ്റമുണ്ടാവില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇതാരോടാ പറയുന്നത്? അതായത് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ചിന്തിച്ചേക്കണം കേട്ടോ. കണക്ട് ചെയ്യുക. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതിയിലൂടെ ലോകത്തെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. ദാവീദിനോട് പറഞ്ഞു, നിന്റെ സന്തതിക്ക് ഒരു രാജ്യം ഉണ്ടാവും, ഈ രാജസിംഹാസനം ഉണ്ടാവും, അത് ആരും എടുത്തു മാറ്റില്ല. അത് ആ രാജ്യത്ത് ഒതുങ്ങുന്നതല്ല, ലോകം മുഴുവനേക്കും പടർന്നു പന്തലിക്കുന്ന സകലത്തിൻ്റെ മേലും അവൻ അധികാരം ഉണ്ടാകും. അങ്ങനെ അധികാരമുള്ള ആ രാജാവ് എൻ്റെ മകനായിരിക്കും. ആ മകന്, ആ രാജാവിൻ്റെ ടൈറ്റിൽ ഇതാണ്, അവൻ അഭിഷിക്തനായിരിക്കും, അനോയിൻറ്റഡ് ആയിരിക്കും. ആ അനോയിൻറ്റഡായ, അഭിഷിക്തനായ, സ്ഥാനാരോഹണം കിട്ടിയ ആ രാജാവിനോട് മറ്റൊരു കാര്യം കൂടെ പറയാണ്, നീ രാജാവ് മാത്രമല്ല, നീ മകൻ മാത്രമല്ല, നീ അധികാരി മാത്രമല്ല, മെൽക്കിസദേക്കിന്റെ ക്രമം അനുസരിച്ച് നീ എന്നേക്കും എന്തും കൂടെ ആവുന്നു? പുരോഹിതനും കൂടെ ആവുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അബ്രാഹവും ഈ പുരോഹിതനും കൂടെ കണക്ട് ചെയ്യണം. അബ്രാഹാമിനോട് പറഞ്ഞു, നിന്റെ മകൻ അനുഗ്രഹിക്കും. യഹൂദ പശ്ചാത്തലം അനുസരിച്ച് അനുഗ്രഹിക്കുന്നത് പുരോഹിതനാണ്. കണക്റ്റായോ? കണക്റ്റായി. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ 2 കാര്യങ്ങൾ പറഞ്ഞു. വംശാവലിയിലെ അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദാനങ്ങൾ, ദാവീദിനോട് കൊടുത്ത വാഗ്ദാനം. ഇനി ഒരു സംഭവം കൂടെ ഉള്ള അതിനകത്ത്, ഒരു സംഭവം കൂടെ ഉള്ള എന്താണ്? ബാബിലോൺ പ്രവാസം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. സോ ഈ 2 കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് കാര്യം നടന്നു. അബ്രഹാമിന് ഈ വാഗ്ദാനം കൊടുത്തു, ദാവീദിന് ഈ പ്രോമിസ് കൊടുത്തു. പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഒരു പ്രവാസം, അടിമത്തം സംഭവിച്ചു. അങ്ങനെ ഈ പ്രവാസത്തിലായിരിക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്നറിയോ? നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ജെറുസലേം ദേവാലയം നഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്തുകൂടെ നഷ്ടപ്പെട്ടു? പുരോഹിതനെ നഷ്ടപ്പെട്ടു. കിട്ടുന്നുണ്ടോ? പുരോഹിതൻ ഉണ്ടാവും, പുരോഹിതൻ വേണം ബ്ലസ് ചെയ്യാൻ. ഇതനുസരിച്ച് ദേവാലയം ഇല്ല, അതുകൊണ്ട് എന്തില്ല? പൗരോഹിത്യവും അവസാനിക്കുന്നു. രാജ്യം നഷ്ടപ്പെട്ടു, രാജ്യത്തിൻ്റെ സിംഹാസനം നഷ്ടപ്പെട്ടു. അപ്പം ആരുമില്ല, രാജാവും ഇല്ല. ഇതെല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതെല്ലാം തന്ന ആളും ഞങ്ങളുടെ കൂടെ ഇല്ല. ആര്? ദൈവവും ഇല്ല. അപ്പം ശരിക്കും പ്രവാസം എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? സ്വന്തമായതെല്ലാം ഈവൻ ദൈവം പോലും കാണുന്നില്ലല്ലോ എന്നൊരു മനുഷ്യന് തോന്നിപ്പോകുന്നൊരു സമയമാണ് ഏതൊരു മനുഷ്യൻ്റെയും പ്രവാസകാലം. മറ്റു രാജ്യങ്ങളിൽ പോയി പ്രവാസത്തിലായിരിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. എവിടെ ആയിരിക്കുമ്പോഴും ഒന്നും കൂടിയില്ല, ആരും കൂടിയില്ലെന്നുള്ള ഒരു ഇരുട്ടിലേക്ക് മനുഷ്യർ വീണു പോകുന്നൊരു സമയമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സമയത്ത് ഇസ്രായേൽ ജനത്തിന്, യഹൂദ ജനത്തിന് പ്രവാചകന്മാരിലൂടെ കർത്താവ് ഒരു വാഗ്ദാനം കൊടുത്തു. ഈ പറഞ്ഞ വാഗ്ദാനം ഒന്നും മറന്നിട്ടില്ല. കാരണം ഉടമ്പടി ദാവീദ് വരെയല്ല, ഉടമ്പടി എല്ലാ കാലത്തേക്കും ഉള്ളതാണ്.
നിങ്ങളുടെ പാപം കാരണം നിങ്ങൾ ആ ഉടമ്പടി തെറ്റിച്ചു, നിങ്ങൾ അവിശ്വസ്തത കാണിച്ചു, നിങ്ങളുടെ പാപം കാരണം നിങ്ങൾ ഇതിനകത്തോട്ട് വീണ് പോയി, നിങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എന്നെ നഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങൾ എത്ര അവിശ്വസ്തത കാണിച്ചാലും ഞാൻ വിശ്വസ്തനായിരിക്കും. കാരണം ഉടമ്പടി എടുത്തത് നീയല്ല, ഞാനാണ്. ഞാൻ ഉടമ്പടി എടുത്താലും നമ്മൾ മനുഷ്യർ കോൺട്രാക്ട് എടുത്ത് വാഗ്ദാനം കൊടുത്ത് നമ്മളെ തെറ്റിക്കും. കർത്താവ് അങ്ങനെയല്ല. നീ എത്ര പാപത്തിന്റെ പടുകുഴി പോയോ, നീ തിരിച്ചു വരാൻ വേണ്ടി നിന്നെ ഉടമ്പടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയും, ഞാൻ ചെയ്ത ഉടമ്പടി എന്നേക്കുള്ളതാണ്. എന്നേക്കുള്ള ഉടമ്പടി എന്ന് വെച്ചാൽ ഞാൻ എന്നേക്കും നിന്റെ ദൈവമായിരിക്കും, നീ എൻ്റെ മകനും മകളും ആയിരിക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, വലതുവരത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രവാചകന്മാരിലൂടെ കർത്താവ് സംസാരിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട മഹാപ്രവാചകനാണ് ആര്? നമ്മൾ ആദ്യം വായിച്ചു കേട്ട യേശയ്യാ പ്രവാചകൻ. ആ യേശയ്യാ പ്രവാചകനിലൂടെയാണ് കർത്താവ് പറഞ്ഞത്, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ, ഒരു മകനെ പ്രസവിക്കും. അവനെ പ്രസവിക്കുമ്പോൾ അവൻ എങ്ങനെ വിളിക്കപ്പെടും? ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. കാരണം നിനക്ക് ആദ്യം തിരിച്ചു കിട്ടേണ്ടത് ദേവാലയമല്ല, രാജ്യമല്ല, പുരോഹിതനെയല്ല. നിനക്ക് ആദ്യം തിരിച്ചു കിട്ടേണ്ടത് നിന്റെ ദൈവത്തെയാണ്. അതുകൊണ്ട് ഈശോ ജനിക്കുമ്പോൾ, ആ മകൻ ജനിക്കുമ്പോൾ, ആ മകൻ ഏത് പേരിൽ വിളിക്കപ്പെടും? ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം പെട്ടെന്ന് എടുത്തേ. ആ മകൻ ജനിക്കുമ്പോൾ മറ്റൊരു ടൈറ്റിൽ ആ മകന്റെ പേരിലേക്ക് ചാർത്തപ്പെടും. ഇല്ലെങ്കിൽ ആ മകൻ ഈ ഒരു ടൈറ്റിൽ ഏറ്റെടുക്കും. 9-ാമത്തെ അധ്യായത്തിന്റെ ടൈറ്റിൽ ഭാവി രാജാവ് എന്നാണ്. രാജാവാണ്, ദ കിങ്. വരാൻ പോകുന്ന മകൻ, ആ കുഞ്ഞ് ദൈവത്തിന്റെ കുഞ്ഞായിരിക്കും. വാഗ്ദാനം അങ്ങനെയാണ്, അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും. അവൻ രാജാവായിരിക്കും. ആ രാജാവിന്റെ പ്രത്യേകത, ആ രാജാവ് വരുമ്പോൾ അവനെ സ്വീകരിക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹം 9:1, ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും. സകല അന്ധകാരത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടി വന്ന രാജാവാണ്. 2-ാമത്തെ വാക്യം ഇങ്ങനെ, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്, ഒരു അന്ധകാരത്തിനും തോൽപ്പിക്കാൻ പറ്റാത്ത മഹത്തായ യഥാർത്ഥ പ്രകാശം. ആരാണത്? ദ കിങ്, രാജാവ്, ഈശോ. ഇനി ആ 9-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ചേ, ഉറക്കെ വായിക്കാം. എന്തെന്നാൽ നമുക്കൊരു ശിശു, ഒരു മകൻ, ഒരു സന്തതി, ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. അധികാരം ഓർക്കുന്നുണ്ടോ? നിന്റെ അധികാരം വേറെ ആരും കൊണ്ടുപോവില്ല. ഈ അധികാരം രാജാവിനുള്ളതാണ്. ആ രാജാവ് ഒരു മകനാണ്, അതൊരു സന്തതിയാണ്. അധികാരം അവന്റെ ചുമലിലാണ്. വിസ്മയനീയായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവെന്ന് അവൻ വിളിക്കപ്പെടും. അവൻ ആര്? ഈ കുഞ്ഞ്. ആ കുഞ്ഞാരാണ്? യേശയ്യാ 7:14 പറഞ്ഞ കാര്യമാണ് ദൂതൻ മത്തായി 1:21 വാഗ്ദാനമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ആ പറഞ്ഞ ആളാണ് ഈ ജനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പൊ ജനിച്ചിരിക്കുന്ന ഈ ക്രിസ്തുമസിന് നമ്മൾ വീണ്ടും ഓർക്കുന്ന കുഞ്ഞുണ്ണീശോ, അവൻ സമാധാനത്തിന്റെ രാജാവ്, ശക്തനായ ദൈവം, കൂടെ നിൽക്കുന്ന ഒരു ഉപദേഷ്ടാവ്, നിന്റെ അന്ധകാരം മാറ്റുന്നവൻ, ദൈവത്തിന്റെ പുത്രൻ, രാജാവ്, അധികാരം ഏറ്റെടുത്തിരിക്കുന്നവൻ. തീർന്നില്ല, അവൻ അഭിഷിക്തനും കൂടെ ആവണ്ടേ? പറഞ്ഞേ ഹല്ലേലൂയ, വലതുവരത്തി പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അബ്രഹാമിന് കൊടുത്തൊരു വാഗ്ദാനം അത് അവസാനിക്കുന്നത് ലൂക്കാ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിലാണ്. പെട്ടെന്ന് എടുക്കാവോ? ജസ്റ്റ് ഒന്ന് വായിച്ചാൽ അത് പെട്ടെന്ന് മനസ്സിലാവും. ലൂക്ക 24-ാമത്തെ അധ്യായം, ലൂക്കാ സുവിശേഷം 24-ാമത്തെ അധ്യായം, അതിൻ്റെ 50-51 വാക്യങ്ങൾ. ലൂക്ക 22:50-51. അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനത്തിൽ ഒന്ന് പൂർത്തിയായി. നിനക്ക് ഒരു സന്തതി ഉണ്ടാകും, ഉടമ്പടി എന്നും നിലനിൽക്കും, രാജാക്കന്മാരുണ്ടാകും. ഒരു രാജാവ് വന്നു, ഈശോ. ഈശോ ജനിച്ച ഉടനെ ഈ ഹെറോദേസിന്റെ അടുത്ത് വന്ന് ജ്ഞാനികൾ ചോദിക്കുന്നത്, കുഞ്ഞുവാവ എന്തിയെ എന്നാണോ? ആണോ? ബത്ലഹേമിൽ ഒരു ചെറുക്കൻ ജനിച്ചല്ലോ, എന്തിയെ എന്നാണോ? ഇല്ല. എവിടെ? യഹൂദരുടെ രാജാവായി ജനിച്ചോ. കേട്ടുന്നുണ്ടോ? ദ കിങ് ഈസ് ബോൺ, ദ കിങ് ഈസ് ബോൺ. അങ്ങനെ ആ രാജാവ് വരുമ്പോൾ അന്ധകാരങ്ങൾ മാറുന്നു. അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം ഇതാണ്, നിന്റെ സന്തതിയിലൂടെ ലോകത്തിന് മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. ഇപ്പൊ പറ, ആ സന്തതി ആരാണ്? ഈശോയാണ്. കാരണം ഈ മത്തായി ആരംഭിക്കുന്നതാണ് അബ്രഹാമിന്റെ സന്തതി ദാവീദിന്റെ സന്തതി. എന്നാൽ അബ്രഹാമിന്റെ മകനാണ് ആര്? ഈശോ. കിട്ടുന്നുണ്ടോ? കണക്ഷൻ കിട്ടുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈശോ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കണ്ടേ? ഈ സന്തതി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കും. അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്ക് അനുഗ്രഹിച്ചില്ല, അനുഗ്രഹിച്ചത് ഈശോയാണ്. എങ്ങനെയാണ് ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചെന്നറിയോ? ശ്രദ്ധിച്ചൊന്ന് വായിക്കാം. മലയാളം ബൈബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് പിടികിട്ടും. ലൂക്ക 24:50-51 വാക്യങ്ങൾ. അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ജസ്റ്റ് കുറച്ചു നേരം ഈശോയാണെന്ന് വിചാരിക്കുക. ഈശോ ഇപ്പോൾ ആവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നുണ്ട്, എൻ്റെ കുറവുകൾ കാരണം പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അവൻ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. എങ്ങനെ ആയിരിക്കും അനുഗ്രഹിക്കുന്നത്? ബൈബിളിൽ നിന്ന് കണ്ണു തുറന്ന് എന്നെ ഒന്ന് നോക്കൂ. അവൻ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഇങ്ങനെയൊന്നല്ല അനുഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണോ അനുഗ്രഹിക്കുന്നത്?
സാധാരണ രീതി കൈ ഉയർത്തി നോർമലായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കുന്നു. ഈശോയുടെ ചിത്രങ്ങളിലൊക്കെ നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവൻ കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഇനി അടുത്ത വാക്യം ശ്രദ്ധിക്കുക. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് ഉയരങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും സംഭവിക്കപ്പെടുകയും ചെയ്തു. എപ്പോഴാണ് ഈശോ സ്വർഗത്തിലേക്ക് പോയെ? അനുഗ്രഹിച്ചു കഴിഞ്ഞിട്ട് ടാറ്റ ബൈ ബൈ പിന്നെ കാണാം എന്നാണോ പറഞ്ഞത്? അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ സ്വർഗത്തിലേക്ക് പോയി. ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. കുഞ്ഞീശോ ഇപ്പം എൻ്റെ കൈയുടെ താഴെ നിങ്ങളെല്ലാവരും ഉണ്ട്. കിട്ടുന്നുണ്ടോ? എൻ്റെ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കാൻ നിങ്ങളുടെ നേരെ ബ്ലെസ്സിങ്ങിന് വേണ്ടി നിങ്ങളെല്ലാവരും ഇപ്പം എൻ്റെ കൈയുടെ ബ്ലെസ്സിങ്ങിന് താഴെയുണ്ട്. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ ജിൻസച്ചൻ സ്വർഗത്തിലേക്ക് ഉയർന്നു പോയി. അങ്ങനെയെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പൊങ്ങിയാൽ ഈ ധ്യാനകേന്ദ്രത്തിന് മുഴുവൻ ഞാൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്വലൈസ് ചെയ്യണം, എന്നാലേ മനസ്സിലാവുള്ളൂ. സ്വർഗത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ പൊങ്ങിയാൽ ഈ കോട്ടയം ജില്ല മുഴുവൻ എൻ്റെ കൈയുടെ താഴെയാണ്. ഞാൻ പിന്നെ ഉയർന്ന കേരള സംസ്ഥാനം മുഴുവൻ എൻ്റെ കൈയുടെ താഴെയാണ്. പിന്നെ പൊങ്ങുമ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ എൻ്റെ കൈയുടെ താഴെയാണ്. സ്വർഗത്തിലേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കൺസെപ്റ്റിലെ ആ ഉന്നതങ്ങളിലേക്ക് ഉയരുമ്പോൾ ഈ ഭൂമി മുഴുവൻ എൻ്റെ കൈയുടെ താഴെയാണ്. നിന്റെ സന്തതിയിലൂടെ ലോകത്തെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അബ്രാഹാമിന് കൊടുത്ത വാഗ്ദാനം ഇവിടെ പൂർത്തിയാവാണ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പിടികിട്ടിയോ? ഈ കാര്യം പിടികിട്ടിയോ? വെരി ഗുഡ്. നമ്മൾ അവസാനിപ്പിക്കുന്നു. ദാവീദിന് കൊടുത്ത വാഗ്ദാനങ്ങളിൽ ഒന്നാണ് അവൻ അഭിഷിക്തനായിരിക്കും. ഇത് ഞാൻ പറഞ്ഞു തരാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അഭിഷിക്തൻ, അതിൻ്റെ മറ്റൊരു വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നതാണ് അനോയിന്റഡ് ആയ ഒരു വ്യക്തിയെ, അഭിഷിക്തനെ ഹെബ്രായ ഭാഷയിൽ വിളിക്കുന്ന ടേമാണ് മഷിയാഹ്. സുറിയാനിയിലേക്കോ മലയാളത്തിലേക്കൊക്കെ നമ്മൾ ഇച്ചിരി ഭാവഭേദം മാറ്റിയാൽ മിശിഹ. അതുകൊണ്ടാണ് ഈശോയെ ഈശോ എന്നല്ല നമ്മൾ വിളിക്കുക. എന്താണ് വിളിക്കുക? ഈശോ മിശിഹ. ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ക്രിസ്തോസ്. ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഈശോയെ ഇംഗ്ലീഷിൽ ജീസസ് ക്രൈസ്റ്റ് എന്നും മറ്റൊരു ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മലയാളത്തിൽ ഈശോയെ മറ്റൊരു രീതി വിളിക്കുന്നു, ഈശോ മിശിഹ അല്ലെങ്കിൽ യേശു ക്രിസ്തു. ഈ വന്ന് നിൽക്കുന്നത് ആരാണ്? ദി അനോയിന്റഡ്. അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്തത് മാത്രമല്ല, ദാവീദിനോട് നിന്റെ മകൻ അഭിഷിക്തനായിരിക്കും, അവൻ രാജാവായിരിക്കും, അവൻ പുരോഹിതനായിരിക്കും, അവൻ ബ്ലസ് ചെയ്യും, അവൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും എന്നുള്ള ആ വാഗ്ദാനം ആരിൽ പൂർത്തിയാകുന്നു? അനോയിന്റഡ് ആയ ഈ മിശിഹായിൽ, ഈശോയിൽ ഇതെല്ലാം പൂർത്തിയാവുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അവനിലൂടെ ലോകത്തിന്റെ സന്തതികളെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് പിടികിട്ടി. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ലെന്നുള്ളത് പിടികിട്ടി. കാരണം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയും നമുക്കൊരു ബോധ്യമുണ്ട്. എന്തെന്നാൽ രാജ്യവും മഹത്വവും ശക്തിയും അധികാരവും ആർക്കുള്ളതാകുന്നു? എൻ്റെ ദൈവത്തിനുള്ളതാകുന്നു. അധികാരം നിന്റെ ആ രാജ്യത്ത് മാത്രം നിൽക്കുന്നതല്ല, മുഴുവൻ്റെ എല്ലാത്തിൻ്റെ മേൽ അധികാരമായിരിക്കും. അവിടെ ഈശോ ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ മത്തായി സുവിശേഷം കൃത്യമായിട്ട് അവസാനിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ആർക്ക്? ഈശോയ്ക്ക്. കിട്ടുന്നുണ്ടോ? ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ ആ രാജ്യം എന്നേക്കും നിലനിൽക്കും എന്നുള്ള ബോധ്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. നമുക്കിനി പ്രതീക്ഷിക്കേണ്ട ഒറ്റ കാര്യത്തിലാണ്, അവിടുന്ന് ദൈവമാണ്. സംശയമുണ്ടോ? ഇല്ല. നമ്മൾ 153 മീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർക്കണം. ദൈവമാണെങ്കിൽ ആരാധിക്കണം, അല്ലേ? ദൈവമാണെങ്കിൽ ആരാധിക്കണം. നമ്മൾ സുവിശേഷം അവസാനിക്കുമ്പോൾ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ടു, ഈശോ പറയണം ഐ എം ഗോഡ്. എല്ലാ സുവിശേഷങ്ങളും അവസാനിക്കുമ്പോൾ ഇതിനൊരു സൂചന കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശിഷ്യന്മാരെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് അവർ അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. ഈ ശിഷ്യന്മാർ ഏത് മതസമൂഹത്തിൽപ്പെട്ടവരായിരുന്നു? യഹൂദനാണ്. യഹൂദന് ഒറ്റ ദൈവമുള്ളൂ. ആ ദൈവത്തെ മാത്രമേ അവർ ആരാധിക്കുള്ളൂ. അവർ ഈശോയെ ആരാധിച്ചു എന്ന് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ഈശോയെ ആരായിട്ട് കണ്ടു? ദൈവമായിട്ട് കണ്ടു. പറഞ്ഞേ ഹല്ലേലൂയാ. അവൻ എൻ്റെ രക്ഷകനാണ്, അവൻ അഭിഷിക്തനാണ്, പുരോഹിതനാണ്, രാജാവാണ്, മിശിഹായാണ്. എൻ്റെ ഈശോ എൻ്റെ ദൈവമാണ്. ഈ ഈശോ അല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല, എന്നെ രക്ഷിക്കാൻ മറ്റാരുമില്ല. അത് ബോധ്യം കിട്ടിയ യഹൂദനായ പത്രോസ് തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, അപ്പോസ്തലർ പ്രവർത്തനം 4-ാമത്തെ അധ്യായത്തിൽ, രക്ഷക്കായി എവിടെയും മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല, യേശുവിൻ്റെ നാമം അല്ലാതെ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈ തവണ നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്കൊരു ദൈവമുണ്ടെന്നും ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആദരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. വേറെ ഒരു വഴിയില്ല.
ക്രിസ്മസിന് പുൽക്കൂട് ഒരുക്കുന്ന സമയത്ത് 3 രാജാക്കന്മാരെ 3 ജ്ഞാനികൾ എടുത്തു വെക്കുന്ന സമയത്ത് അവരുടെ ആ ചിത്രം ഇല്ലെങ്കിൽ അവരുടെ രൂപം എടുത്തു വെക്കുമ്പോൾ ഒന്ന് ഓർക്കണം, അവർ സുവിശേഷത്തെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഈശോയെ കാണാൻ വേണ്ടി ചെന്നു, അമ്മയെ കണ്ടു, യോസേപ്പ് പിതാവിനെ കണ്ടു, രണ്ടുപേരെയും ചിരിച്ചു കാണിച്ചു, ഒരാളെ കുമ്പിട്ട് ആരാധിച്ചു. ആരെ? ഈശോയെ. ശിശുവിനെ. ആ ശിശു രാജാവാണ്, ആ രാജാവ് ദൈവമാണ്. ആരുടെ ദൈവം? എൻ്റെ ദൈവം, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ദൈവം ഇമ്മാനുവൽ. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഈ വർഷം നല്ല വിശുദ്ധിയോടെ ക്രിസ്മസ് ആഘോഷിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും അഭിഷേകത്തോടെ ഒരുങ്ങണം. ഒരു പാപം പോലും ചെയ്യാത്തൊരു ക്രിസ്മസ്, അറ്റ്ലീസ്റ്റ് ആ ക്രിസ്മസിൻ്റെ ദിവസം ഞാൻ ഒരു പാപം പോലും ചെയ്യില്ലെന്ന് നിങ്ങളും നിങ്ങളുടെ കുടുംബവും തീരുമാനിക്കൂ. ഇന്ന് ആ കുടുംബത്തിന് രക്ഷ കൈവരും. രക്ഷയ്ക്കായിട്ട് ആ രാജാവ് വരുമ്പോൾ അവനെ സ്വീകരിക്കുക, തിരസ്കരിക്കരുത്. അവൻ തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, അവർ അവനെ സ്വീകരിച്ചു എന്ന് ഈശോ നമ്മളെക്കുറിച്ച് പറയട്ടെ. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയാ.